മൈത്രേയൻ, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. അതിൽ അടങ്ങിയിരിക്കുന്ന ഈ സ്ത്രീകളോടുള്ള വിവേചനം, സ്ത്രീകളോടുള്ള അതിക്രമം ഈ 2024 നിലനിന്നു പോകുന്നു. ഒരുപാട് സ്ത്രീകൾ ഈ പീഡനത്തിനിരയാകുന്നു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഈ 1986 ഞങ്ങള് ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നു. അന്ന് തൊട്ട് ഇതിന്റെ പല വശങ്ങളും ഞങ്ങള് സംസാരിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ഇഷ്യൂസ് 96 നമ്മൾ അവരെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് അവരുടെ മനുഷ്യാവകാശപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾ ചെയ്തത്. അന്ന് ഇന്നിപ്പോ ഈ പറയുന്ന നിലവാരത്തിലുള്ള പ്രശ്നങ്ങളുടെ എത്രയോ കാര്യങ്ങൾ അന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കേരളമാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നവരുടെ ജീവിതത്തിനെ പറ്റി നമ്മൾ 98 അവരെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഇതേപോലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിനെ പറ്റി ഇതുപോലെ ചർച്ച ചെയ്യേണ്ടി വന്നു. എന്റെ കുട്ടിക്കാലത്ത് തന്നെ നാടകത്തിനകത്ത് ഒരു സ്ത്രീ അഭിനയിക്കാനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവർ പിഴച്ചു പോയെന്ന് വിചാരിക്കുന്നവരായിട്ടായിരുന്നു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടത്തിൽ പുരുഷന്മാരായിരുന്നു വേഷം കെട്ടി പെണ്ണുങ്ങളായിട്ട് നിന്നിരുന്നത്. ഇതേപോലെ തന്നെ പെൺകുട്ടികളെ വീടിന് വിളിക്ക് പുതിയ ഒരു ജോലിക്ക് പറഞ്ഞു വിടാൻ ആൾക്കാർക്ക് കഴിയത്തില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇതിന്റെ മേഖലയ്ക്കകത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രധാനമായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിലുള്ള, അതും താരതമ്യേന കഴിവും ബലവുമുള്ള സ്ത്രീകളുടെ ജീവിതത്തിനകത്ത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് ആലോചിക്കുന്ന സ്ഥലങ്ങളിൽ. ഞാൻ പറയുന്ന കേരളത്തിനകത്തല്ല, സ്ത്രീകളുടെ പൊതുവായ ജീവിതത്തിനകത്ത് ഏത് മേഖലയിൽ അവർ തൊഴിലിന് പോയാൽ അവിടെ എല്ലാം ഇത് അനുഭവിക്കും. അതിന് പല ലെവലിൽ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാനത് ലൈംഗിക തൊഴിലാളികളെ എന്താ പറയണ്ടേ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആദ്യമേ വിചാരിക്കുന്നത് അവരുടെ ആ തൊഴില് വളരെ അപമാനകരമായിട്ടാണല്ലോ നമ്മൾ കാണുന്നിരുന്നത്. അതിനെ തൊഴിലെന്ന് വിളിച്ചു പോലും കൂടാന്നുള്ളതാണ്. കാരണം ആ വാക്ക് ലൈംഗിക തൊഴിലാളി എന്നുള്ള വാക്ക് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്നോടൊക്കെ എന്തുമാത്രം ആൾക്കാർ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായിരുന്ന സാംസ്കാരിക നായകന്മാര് എന്നെ ഉപേക്ഷിച്ച ഒരു കാലമായിരുന്നു ഞാൻ ഈ സ്ത്രീകളെ ഓർഗനൈസ് ചെയ്തപ്പോൾ. കാരണം തൊഴിലാളി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. പക്ഷെ പണ്ടേ വേശ്യാവൃത്തി എന്നായിരുന്നു പണ്ടേ പറഞ്ഞിരുന്നെന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ തൊഴിലാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അത് പരമാവധി അപമാനിതമായി നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അവരെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരുടെ മനുഷ്യാവകാശപരമായിട്ടുള്ള നിലനിൽപ്പിനെയും ആയിരുന്നു ചർച്ചയ്ക്കെടുത്തത്. അതായിരുന്നു നമ്മുടെ മുൻവശത്ത് നിർത്തിയിരുന്നത്. അപ്പൊ അന്ന് എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് ആ അപമാനിതമായ തൊഴിലിൽ നിന്ന് അവരെ മാറ്റണം. അതിനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. അതാണ് അതിന്റെ ആളുകളുടെ നിലവിൽ അവരെ രക്ഷിക്കണം. അപ്പൊ ഈ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് ആ സ്ത്രീകള് ആയിട്ട് നമ്മള്, അപ്പൊ ഞാനും തുടങ്ങുന്ന സമയത്ത് അങ്ങനെ തന്നെയൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഒരു ഓപ്ഷൻ അവർക്ക് മറ്റൊരു തൊഴിൽ കൊടുക്കാം. അപ്പൊ ആ തൊഴിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഈ അപമാനം അനുഭവിക്കാതെ ജീവിക്കുമല്ലോ. ഇതാണല്ലോ നമ്മുടെ ഒരു നിലപാട്. അവരോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് അനുഭവിച്ചൊരു സ്ഥലമാണ്. അവര് ചോദിച്ചു, സാറേ എന്ത് തൊഴിലാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഇത് പകരം തരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ഈ പലതരത്തിലുള്ള പണികൾ പറഞ്ഞു.
ബാഗൊക്കെ ഉണ്ടാക്കാം, കുടയൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ള പണികൾ, റോഡ് പണി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഈ പണിയെല്ലാം ചെയ്യുന്നവരാ സാറേ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഷോക്കായിട്ട് വന്നത്. അപ്പൊ അവര് പറഞ്ഞ്, ആ ഒരു നിർമ്മാണ തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ റോഡ് തൊഴിലാളിയായിട്ടോ ഒരു സ്ത്രീക്ക് പണി ചെയ്യണമെങ്കിൽ, അവർക്ക് തൊഴിലിന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മേശരിക്ക് കിടന്നു കൊടുക്കണം. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഈ 8 മണിക്കൂർ പണി ചെയ്യാനായിട്ട് തൊഴിൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ അവർക്ക് കിടന്നു കൊടുക്കണം. അപ്പൊ ആ കിടന്നു കൊടുക്കുകയും ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ 8 മണിക്കൂർ പണിയെടുക്കുകയും വേണം. അതിനേക്കാളും നല്ലതല്ലേ സാറേ ഞങ്ങൾ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. എനിക്ക് വന്ന് എന്റെ തല അങ്ങ് പൊട്ടിപ്പോയി. നമ്മൾ അതുവരെ പല തൊഴിലും കണ്ടെത്തി കൊടുക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഈ തൊഴിലില്ലായ്മയല്ല സ്ത്രീകളെ സംബന്ധിച്ചോളം, അവർക്ക് ഇരട്ട തൊഴിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അവരുടെ യഥാർത്ഥ ശാരീരികമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ അൺഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏത് മേഖലയിൽ നിങ്ങൾ പോയിട്ട് നോക്കിക്കോ, ഇത് മുഴുവൻ ഇങ്ങനെ നിൽക്കും. ഇനി ഓർഗനൈസ്ഡ് തൊഴിലാളികളുടെ ലോകം എടുത്താലോ, നമുക്ക് തോന്നത്തില്ലേ ഈ ഓഫീസുകളിലെല്ലാം വളരെ നല്ല അനുഭവമാണ് സ്ത്രീകൾക്കെല്ലാം ഉള്ളത്. ഒരു സ്ത്രീ ഒരു ഓഫീസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവര് ഭാഷ എങ്ങനെയാണ്, അവരെ ചൂണ്ടയിട്ട് പിടിക്കാൻ റെഡിയായിട്ട് ഒരു 100 പേരവിടെ ഉണ്ടാവും. ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്, ഏറ്റവും ദുരിതം ഞാൻ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി സമീപിക്കുന്ന പുരുഷന്മാർക്ക് വഴങ്ങാതെ എതിര് നിൽക്കുകയാണ്. അത് ഞാനീ പറയുന്ന വലിയ എന്താണ്, സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിലൊന്നുമല്ല. വെറുതെ അടുത്ത് വന്നിരുന്ന കുറച്ചു നേരം സൊള്ളാൻ അനുവദിക്കുക എന്ന് പറയുന്നില്ലേ, ഇതിനൊക്കെ അനുവദിക്കണം. പോകുന്ന വഴിക്കൊന്ന് തോണ്ടാൻ പറ്റണം. അശ്ലീല ചൊവയുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു കമന്റ് അടിച്ചാൽ കൂടെ ചിരിക്കണം. ഇങ്ങനെ മിണ്ടുന്ന സാധനം മുഴുവൻ ചെയ്തിട്ടാണ് ഈ ഓഫീസുകളിൽ എല്ലാ സ്ത്രീകളും കഴിഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് ഓർഗനൈസ്ഡ് സെക്ടറിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇനി അവിടെ ട്രാൻസ്ഫർ വേണ്ടാതിരിക്കണം എന്ന് പറയുന്നത് വേറൊരു പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ശമ്പളം കിട്ടുന്നതൊക്കെ കൃത്യമാവും. പക്ഷേ വീടിനടുത്തൊരു ജോലി സംഘടിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലങ്ങള്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, ഇതെല്ലാം ചെയ്യേണ്ട ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ മേലധികാരി ആയിരിക്കുന്ന ആളുകളെ പ്രീണിപ്പെടുത്താതിരിക്കാൻ കഴിയേയില്ല. നമ്മള് നേഴ്സുമാരായിട്ട് പണ്ട് ജോലിക്ക് പോകാനൊക്കത്തില്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഞാൻ ഈ ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാവരും പറയും, അവരെ ആ തൊഴിലിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് മാറ്റുന്നില്ല? അതൊരു തൊഴിലേ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ നിലപാട്. ഇനി അത് തൊഴിലാണെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കുക. ഇത് അപമാനകരമായ തൊഴിലാണ്. സ്ത്രീകൾക്ക് മാത്രമാണല്ലോ മാനമുള്ളത്, പുരുഷന്മാർക്കില്ലല്ലോ. അത് സ്ത്രീകളുടെ മാനം എവിടെയാണ് ഇരിക്കുന്നത്? അവരുടെ യോനിയിലാണ് ഇരിക്കുന്നത്. വേറെ എങ്ങും മാനവിരിപ്പില്ല. അത് പണ്ടേ എല്ലാവർക്കും അറിയാം, അവിടെയാണ് ആ മാനം ഇരിക്കുന്നത്. അപ്പൊ അതാണ് കല്യാണത്തിനൊക്കെ പരിശോധിച്ച് നോക്കുമായിരുന്നു. പെണ്ണ് കാണാനായിട്ട് വരുന്ന സ്ത്രീകൾ പരിശോധിച്ച് നോക്കുന്ന ഒരു ലോകമായിരുന്നു ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ തുടർച്ചയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു ലോകമാണിത്. ഈ
ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ സംഘടിപ്പിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വേറെ തൊഴിൽ കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഈ സ്ത്രീകൾക്ക് വേറെ തൊഴിൽ കൊടുത്ത് അവരെ മാന്യമായ തൊഴിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണല്ലോ. അപ്പൊ ഈ മാന്യമായ തൊഴിലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരെല്ലാവരും ഇത് കണ്ടാലേ ഒന്നും ഒരു ശല്യവും ചെയ്യത്തില്ല. ഇങ്ങനെയാണല്ലോ, ഇതാണല്ലോ നമ്മുടെ നിലപാട്. മാന്യമായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഒരു പ്രശ്നം അനുഭവിക്കത്തില്ല. അതാണല്ലോ അതിന്റെ നിലപാട്. നിങ്ങൾ പോയിട്ട് ഒരു സ്ത്രീ ഇനി ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് നിങ്ങളൊരു തൊഴിൽ കൊടുക്കുകയാണെന്നെങ്കിൽ അന്ന് തൊട്ട് ഈ പുരുഷന്മാരെ അവരെ അങ്ങ് വെറുതെ വിടുവോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ? നീ അങ്ങ് ശീലാവതി ചമയുവാണോ ഇപ്പൊ എന്ന് ചോദിക്കുന്ന ആളുടനെ പ്രത്യക്ഷപ്പെടും. അവർക്ക് വേറൊരു ജീവിതം സാധ്യമല്ലാത്ത നിലവാരത്തിൽ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഈ സ്ത്രീകൾ നിൽക്കുന്നതെന്നെങ്കിലും ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ കമ്മീഷന്റെ ഏറ്റവും വലിയ ഗുണവശം എന്താണ്? സമൂഹത്തിന്റെ മേൽത്തട്ടിലുള്ള സ്ത്രീകൾ വളരെ പ്രകടമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമായി ഇതിനെ കാണാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെ മറ്റെല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിനകത്ത് നിരന്തരം അനുഭവിക്കുന്ന സാധനം ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അവർ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധിക്കുന്നത് മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇവിടെ നിങ്ങൾ പൊതുവായ മനുഷ്യർക്ക് സിനിമയോടുള്ള ഭ്രമം കൊണ്ടാണ്, കാണാനിരിക്കുന്നവരുടെ ഭ്രമം കൊണ്ടാണ്, അവരുടെ നോട്ടത്തിന്റെ കീഴിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും ചർച്ചയ്ക്കെടുത്തത്. സ്ത്രീകളുടെ പൊതുജീവിതത്തിന്റെ പരിച്ഛേദമാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഓഫീസിനകത്ത് ഈ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. എന്തിനാ എല്ലാം വീട്ടിൽ അനുഭവിക്കുന്ന ദുരിതമാണിത്. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലയൻസിനെ തെരഞ്ഞെടുക്കാം, വേണ്ടാന്ന് പറയാം, പക്ഷെ ഭാര്യമാർക്ക് ലൈംഗിക ബന്ധത്തിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കോടതിയിൽ കൺജുഗൽ റൈറ്റ് ഉള്ള നാടാണിത്. എന്ന് പറഞ്ഞാൽ എനിക്ക് വിധേയമായില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ പറ്റുന്ന ഒരു പുരുഷ കോടതിയാണ് ഈ നാടുകളിൽ ഉണ്ടായിരുന്നത്. അതിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ വന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യമുണ്ട്, ഒരു 20 വർഷം മുമ്പ് ഭർത്താവ് അടിച്ചാൽ നമ്മളെ ചോദിക്കുകയാണെന്ന് വെച്ചോ, ഒരു സ്ത്രീയെ റോഡിലിട്ട് ഒരാളെ അടിക്കുന്നു. അപ്പൊ നമ്മളവിടെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്റെ ഭാര്യയാണ്, നിങ്ങളുടെ കാര്യം നോക്കുന്ന പറയും. മാത്രമല്ല ആ ഭാര്യ നമ്മളോട് പറയും, എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇടപെടുന്നതെന്ന് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുന്ന നാടായിരുന്നു ഇത്. അവിടെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നത്. ഇപ്പൊ ഈ സെക്ഷൽ ഹറാസ്മെന്റിന്റെ കമ്മിറ്റികളില്ലേ എല്ലാ സ്ഥലത്തും? എവിടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എൻ്റെ പാർട്ട്ണർ ഈ ICC എന്ന് പറയുന്ന ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. ഈ ഹരാസ്മെന്റിന് വേണ്ടി തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളൂ. അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പല്ലില്ലാത്ത പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന യൂസ്ലെസ് പല്ലില്ലാത്ത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കടിക്കാൻ അവർക്ക് നേരിട്ട് അവർക്ക് ഒരാളെയും കടിക്കാനൊക്കത്തില്ല. റെക്കമെൻഡേഷൻ ചെയ്യാം ഗവൺമെന്റിന്. ഇങ്ങനെ ലോകവ്യാപകമായി മനുഷ്യാവകാശപരമായിട്ടുണ്ടാക്കിയ എല്ലാ സ്ഥാപനങ്ങളും നോക്കുകുത്തിയായി ഇരിക്കുന്ന ഒരു സമൂഹത്തിനകത്തിരുന്നാണ് നമ്മൾ ഇതൊക്കെ പറയുന്നതും കൂടെ മറക്കരുത്. വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ ഇവിടെ. എന്ത് നടപടി അവർക്ക് എടുക്കാൻ പറ്റും? കാരണം അവർക്ക് അങ്ങനത്തെ അവകാശവും അധികാരമൊന്നും ഇല്ല. പല്ലില്ലാത്തതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ എടുക്ക്, ഒന്നിനും കൊള്ളത്തില്ല, കാശിന് കൊള്ളാത്ത ഒരു മനുഷ്യാവകാശ കമ്മീഷനാണുള്ളത്. നിങ്ങൾ ഇത് ഓരോന്നായിട്ട് എടുക്കുന്നത് പരിശോധിച്ച് നോക്കണം. ഇതുപോലെ ഉണ്ടാക്കിയ കമ്മീഷൻ ഇവിടെ ഒഫീഷ്യൽ സ്ഥാനങ്ങളുള്ളതാണ്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്. ഇതെല്ലാം ഈ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ എത്ര സമരം ചെയ്തുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണെന്നറിയോ ഇതൊക്കെ. ഞാനൊക്കെ അതിനകത്ത് ഓരോ ഇഞ്ചിനും പണിയെടുത്തിട്ടുള്ള ആൾക്കാർ. ഇതിനൊന്നിനും പല്ലില്ലാത്തതാണ് ഉണ്ടായിട്ടുള്ളത്.
അതുകൂടാതെ ഈ കമ്മീഷൻ തന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4.5 വർഷം എടുത്തു എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് അല്ലെ 4.5 വർഷം എടുത്തത് വോട്ട് പോകുന്ന പ്രശ്നം തന്നെയാണോ അത്? ഇയാൾ വിചാരിക്കുന്ന പോലെ ലളിതമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു വോട്ടിന് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇതല്ല. സാധാരണ കമ്മീഷൻ വെക്കുന്നത് എന്തിനാണെന്നറിയോ? വളരെ നാള് അതെടുത്ത് ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അല്ലാതെ അത് ബൈൻഡിങ് അല്ല. നിങ്ങൾ ഇയാള് 4.5 വർഷം കഴിഞ്ഞത് ഒരിക്കലും പുറത്ത് വന്നിട്ടില്ലാത്ത ഒരു 100 കമ്മീഷനുണ്ട്. എത്ര കമ്മീഷൻസ്? അത് കേരളത്തിന്റെ പ്രശ്നമൊന്നും അല്ല ഞാനിത് പറയുന്നേ. ഇന്ത്യ മുഴുവൻ ഇങ്ങനെയാണ്. ശ്രീകൃഷ്ണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അല്ല, ഇതിൽ വ്യത്യസ്തമായ ആരോപണമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടുള്ള പ്രമുഖർ എന്ന് വിളിക്കുന്ന നടന്മാർ, അവരുടെ സുഹൃത്തുക്കൾ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള ഒരു വാദം വരുന്നുണ്ടല്ലോ. അല്ല, അത് ശരിയാണ്. അത് ഈ പ്രമുഖരെന്ന് പറയുന്ന ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയക്കാർ മുഴുവൻ പിന്നെ വേറെയാണോ? ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ജീവിതം എന്താണെന്ന് അയാളുടെ വിചാരം? ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്തിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതം ഇതിനേക്കാളും മെച്ചപ്പെട്ടതാണെന്നാണോ വിചാരിക്കുന്നത്? അവിടെ ഈ പ്രമുഖരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കേരളത്തിന്റെ പരിച്ഛേദം എടുത്ത് അവർ മുഴുവൻ പ്രമുഖന്മാര് മുഴുവനും ഇതിനകത്ത് വിടും. അല്ല, സിനിമാ പ്രമുഖന്മാരോ അല്ല, അറിയപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രമുഖന്മാരും ഇതിനകത്ത് കുറ്റവാളികളായിട്ട് തന്നെ തുടരും. മീറ്റു വന്നപ്പോ നമ്മൾ കണ്ടതല്ലേ? പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറായ സമയത്ത് ഇത് മുഴുവൻ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇത് ഒരു സമൂഹത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന്റെ കാര്യമായിട്ട് മനസ്സിലാക്കണം. സ്ത്രീകളെ വസ്തുക്കളായി വളർത്തി വല്ലവർക്കും പിടിച്ചു കൊടുക്കുന്ന, പൊര നിറഞ്ഞു നിൽക്കുന്നവരായിട്ട് കണ്ട് പിടിച്ചു കൊടുക്കുന്ന, കെട്ടിച്ചു വിടുന്ന ഒരു സമൂഹത്തിന്റെ നടുവില് എന്ത് തരത്തില് ജനാധിപത്യപരമായിട്ടുള്ള ലോകം ഉണ്ടാവുമെന്ന് ഇയാൾ വിചാരിക്കുന്നത്? സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് യാതൊരു അനുവാദവും ഇന്നു വരെ ഇല്ലാത്ത, അവരുടെ ജീവിതത്തിനകത്ത് അവരെ ബോൺസായി പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, വസ്തുക്കളാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. വസ്തുവാണ്. ഒരു പെൺകുട്ടിയെ കണ്ട ചരക്കെന്ന് വിളിക്കുന്ന സമൂഹമാണിത്. അങ്ങനെ ഇരിക്കുന്ന സ്ഥലമെല്ലാം അങ്ങ് നമ്മൾ മറന്നുപോയിട്ട് ഇതെന്തോ സിനിമാക്കാരുടെ ഇടയിലുള്ള എന്തോ ഒരു ചില പറഞ്ഞ് പ്രമുഖന്മാരെന്ന് പറയുന്നവന്മാർ ഇത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലാണ് നമ്മൾ തകർന്നു പോകുന്നത്. അവർ പ്രമുഖരായിട്ടിരിക്കുന്നത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉപദ്രവിച്ചിട്ടാ. ലൈറ്റ് ബോയ് എന്നല്ലാതെ ലൈറ്റ് ഗേൾ എന്ന് ഇയാൾ കേട്ടിട്ടുണ്ടോ? അവിടെ ആ പ്രദേശത്തോട്ട് പോലും പോകാനൊക്കത്തില്ല. സിനിമാ താരമൊക്കെ അവർക്ക് കഥയ്ക്കകത്ത് ഒരു പെണ്ണിനെ വേണ്ടത് കൊണ്ടാണ് കുറെ പെണ്ണുങ്ങൾ വരുന്നത്. അല്ലാതെ ഉള്ള ടെക്നീഷ്യന്മാരുടെ ലോകത്ത് എന്താ ഈ ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഏത് സാങ്കേതിക വിദ്യയാണ് അങ്ങനെ ചെയ്യാൻ പറ്റാതായിട്ടിരിക്കുന്നത്? പിന്നെന്താണ് അവിടൊക്കെ അവരില്ലാത്ത? അപ്പൊ അവിടൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അങ്ങനത്തെ സ്ഥലങ്ങളിൽ അതൊക്കെ ജോലിക്ക് പോലും പോകാനൊക്കാതിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതേ സമയത്ത് തൂക്കുന്നിടത്ത് മുഴുവൻ സ്ത്രീകളില്ലേ? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. കുടുംബശ്രീ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ആ കോന്തന്മാരവിടെ പോയി. കുടുംബ സ്ത്രീകൾ മാത്രമേ ഉള്ളല്ലോ. എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ വരുന്നത്? നമ്മളിതൊക്കെ മനസ്സിലാക്കാനുള്ളത് ഒരു ജനാധിപത്യ സമൂഹമായി നമ്മൾ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത്. എല്ലാ വീടും സ്ത്രീവിരുദ്ധമായിട്ടുണ്ടാക്കിയിരിക്കുന്നതാണെന്നും ജാതി നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ് നമ്മുടേതെല്ലാം എന്നും ജോലി ചെയ്യുന്ന സ്ത്രീകൾ കടന്നു വരുന്ന വഴി വേറെ പുറവശത്തോട് ഇട്ടിരിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നാട്ടിലിരുന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ?
അത് വിവേചനമാണെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും തോന്നാറുണ്ടോ? വീടിന് പുറവശത്തൂടെ ജോലിക്കാർക്ക് കയറി വരാനായിട്ടുള്ള വഴിയും അവിടെ അവർക്ക് വേണ്ടി സ്പെഷ്യലായി കക്കൂസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു നാടല്ലേ ഇത്? അത് അമേരിക്കയിൽ ഇംഗ്ലീഷുകാർ, വെള്ളക്കാർ കറുത്തവരോട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയും. വേറെ കൈ കഴുകുന്ന സ്ഥലം, വേറെ ബാത്റൂം, അത് കറുത്തവർക്കെന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും എഴുതി വെക്കണ്ട, എല്ലാവർക്കും അറിയാം. ഇത്ര ജാതീയമായ വിവേചനം എന്തിനാ? പുതിയ ഇയാളുടെ ക്വാർട്ടേഴ്സൊക്കെ നോക്ക്. ഇവിടുത്തെ തിരുവനന്തപുരത്തെയോ കൊച്ചിയിലെയോ അപ്പാർട്ട്മെന്റുകളെല്ലാം നോക്കിയാൽ മതി. ഈ തൊഴിലെടുക്കുന്നവരെ പുറവശത്തൂടെ കയറ്റാനായിട്ടുള്ള വഴിയുള്ള സ്ഥലമാണിതെല്ലാം. ഭക്ഷണം ഉണ്ടാക്കുന്നവരെ ഒരിക്കലും പോകലെങ്കിലും ഈ കേരളത്തിൽ ആരുടെയെങ്കിലും കൂടെ ഒരു മേശപ്പുറത്തിരുത്തി ഭക്ഷണം കഴിക്കുക പോലും ചെയ്തിട്ടില്ലാത്തവരാണ്. അത്ര ജാതീയമായും ലിംഗപരമായും പരമാവധി വിവേചനം ചെയ്യുന്ന ഒരു സമൂഹത്തിന് നടുവിലിരുന്ന് വേണം നമ്മൾ ഈ വിഷയങ്ങളെല്ലാം പറയാൻ. ഇത് ഇത്ര ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഗ്ലാമർ കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഇവിടുത്തെ സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കുന്നവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഇതേപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കും. ഇവിടുത്തെ നഴ്സസിന്റെ ജീവിതം എടുത്തു നോക്കിയാല് കൂലി, അവരെ ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് അവർ എഴുതുന്നുണ്ട്, എന്താണ്, പണം കൊടുക്കുന്നതിന്റെ ഇത് എഴുതി വെച്ചാൽ ആ കാശ് കൊടുക്കത്തില്ലെന്ന്. ഇവിടെ മിനിമം വേതനമുള്ള നാടല്ലേ നമ്മുടെ കേരളത്തില്? ഒപ്പിട്ട് കൊടുക്കുന്ന ശമ്പളം കിട്ടുന്ന ഈ പ്രൈവറ്റ് മേഖലയിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഉണ്ടാവുമോ? സെയിൽസ് ഗേൾസ് ഒപ്പിട്ട് കൊടുത്താൽ അവർക്ക് ആ കൂലി കൊടുക്കുമെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? എത്ര മണിക്കൂറുകൾ നിർത്തുന്ന സ്ഥലമാണത്. ഈയിടയ്ക്കാണ് ഒരു ഇരിക്കാനൊരു കസേര കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച ഉണ്ടായത്. ഇപ്പൊ ഇവര് പോയി മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ തൊഴിലാളികളായിരുന്ന എല്ലാ സ്ത്രീകൾക്കും ഉള്ള പ്രശ്നമാണ് ഇത്. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് ഈ ഒരു മേഖലയ്ക്കകത്തുള്ള ഒരു പ്രശ്നമല്ല. പക്ഷെ ഇവിടെ അത് പറയപ്പെടുന്ന കാരണം കൊണ്ട് കേരളത്തിനകത്തൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇതിന് കഴിയും എന്നാ ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ അങ്ങനെയാണ് ഇതിന്റെ ഗുണപരത. അല്ലാതെ ഇത് എന്തോ ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയെ മാത്രം ബാധിച്ചിരിക്കുന്ന എന്തോ ഒരു പ്രശ്നമായിട്ടല്ല. ഇവിടുത്തെ സകല വീട്ടിനകത്തും ഇതേ പ്രശ്നം തന്നെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ കടകളിനകത്തും ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഈ പറയുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് പരമാവധിയാണ്. എന്തുകൊണ്ടാണ് സിനിമയുടെ പ്രശ്നം വരുന്നത്? അതൊരു അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അതൊരു ഇൻഡസ്ട്രി എന്ന് നമ്മൾ വിളിക്കും. പക്ഷെ അതിനകത്തെ മുതലാളിമാരും അതിനകത്ത് തൊഴിലാളികളും ആരാണെന്ന് നിർണ്ണയിക്കാൻ, അതിനൊരു തുടർച്ച ഉണ്ടാക്കാനൊന്നും ആർക്കും കഴിയില്ല. അത് നമുക്കറിയണം. തൊഴിലില്ലാ പട ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു ബാർഗെയിനിങ്ങും നടക്കത്തില്ല. ഇതേപോലാണ് സിനിമയ്ക്കകത്തേക്ക് ഒരു കാശും തന്നില്ലെങ്കിലും കടന്നു വരാനായിട്ട് കൊതിക്കുന്ന മനുഷ്യരുടെ ഘോഷയാത്രയുള്ള സ്ഥലമാണ്. നിങ്ങൾ സിനിമ ഈ എന്താ പറയണ്ടേ, ഷൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫർ എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രമുഖ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റന്മാരൊക്കെ ഉണ്ട്. അവന്മാരുടെയൊക്കെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാർ കുറെ ഉണ്ട്. അവന്മാരുടെയൊക്കെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. ഇതേപോലെ തന്നെ നമ്മൾ കേൾക്കേണ്ടി വരും. ലൈംഗിക ചൂഷണം അവിടെ കുറവാണെന്നാണ്. ഇത് ആളുകൾക്ക് ഇവിടെ ഈ ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് കാരണം കൊണ്ട് സ്ത്രീകളുടെ ലൈംഗിക ചൂഷണത്തിനെ പറ്റി മാത്രമായിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ചർച്ചയ്ക്ക് എടുക്കാനൊക്കെ തുടങ്ങും.
ബാക്കി എല്ലാ നിലവാരത്തിലും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെ അതെ. അല്ല, ഈ മൈത്രേയൻ ഈ പറഞ്ഞ കാര്യം വളരെ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമല്ലേ ഈ തൊഴിലിടങ്ങളിൽ. ഇപ്പൊ അതേപോലെ തന്നെ മൈത്രേയൻ പറഞ്ഞു, ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറോട് സമീപിക്കുന്ന രീതി, ഇത്തരം വളരെ ബാലിശമായ അല്ലെങ്കിൽ വളരെ പൗരുഷമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നു തൊഴിലിടങ്ങളിൽ നിന്നുള്ളതൊക്കെ മാന്യമായി ഈ സഹപ്രവർത്തകരോട് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അതെല്ലാം തൊഴിലിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് തിരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ ആ ആവശ്യകത ഉണ്ടെന്ന് ഇയാൾ പറയുമ്പം ഇയാളൊന്ന് പ്രതിഷേധിച്ച് നോക്ക്. ഇയാൾക്ക് ഒരിക്കലും പിന്നെ രണ്ടാമത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും ആകത്തില്ല, ഒരു അസിസ്റ്റന്റ് ക്യാമറാമാനും ആകത്തില്ല. ഇയാള് എന്താണ് അവിടുത്തെ അഭിനയിക്കാനായിട്ട് സൈഡിലൊക്കെ നിൽക്കേണ്ട, എന്തായാലും ഒരു ചായക്കടയിൽ നിൽക്കുന്ന ക്ലാസ് എടുക്കുന്നതിനും ഒരുത്തിന് അവിടെ വേണമല്ലോ. ഈ നിലവാരത്തിലുള്ള ഒരാൾക്ക് ഒരു വോയിസ്, ഒരു ശമ്പളവും, ഒരു സാധനവും ഇല്ല, ഭക്ഷണം തന്നെ കിട്ടത്തില്ല. ഈ പ്രമുഖരായ നടൻ 100 കോടി സിനിമയുടെ അകത്ത് 70 കോടി അയാൾ കൊണ്ടുപോകും, ബാക്കി 30 കോടി വെച്ചിട്ടാണ് സിനിമ എടുക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട സ്ഥലമാണ്. 100 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ 70 കോടി പ്രമുഖ നടൻ കൊണ്ടുപോകും, ബാക്കി 30 കോടിക്കകത്ത് ഇതിന്റെ ബാക്കിയുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതിനകത്ത് എല്ലാരും പറയും ഇവരഭിനയിച്ചാൽ എന്താണ് പ്രേക്ഷകർ ഉറപ്പാണ്. എത്ര പൊട്ടിയ സിനിമ ഉണ്ടെന്ന് നമുക്കറിയില്ല. 10 സിനിമ അഭിനയിച്ച് 10 എണ്ണവും പൊട്ടിപ്പോയാലും അവരെ തന്നെ വിളിക്കേണ്ടി വരുന്നത് ആ സിനിമ. അവിടെയാണ് ഹേമ പറഞ്ഞിരിക്കുന്ന സാധനം, ഇവരെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന്. കാരണം ഡിസ്ട്രിബ്യൂഷൻ അവരെടുക്കും, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഓർഗനൈസേഷനകത്തെല്ലാം അവരുടെ ഡിസ്പ്ലഷർ കാണിച്ച് മുഴുവൻ ആൾക്കാരെയും നിയന്ത്രിക്കും. ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമല്ല. ഇത് എന്തോ പുതിയ കാര്യമൊന്നും അല്ല ഈ കാണിക്കുന്നേ. ഇത് ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അതിന്റെ അണികളോട് ചെയ്യുന്ന സാധനം ഇത് തന്നെയാണ്. ഇത് തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഒരു ജാതി കൊണ്ടും ഈ പറയുന്ന പദവി കൊണ്ടും ആൾക്കാരെ കീഴ്പ്പെടുത്തി നിർത്തി വളരെ മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിനകത്തെ അതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണിത്. ഇത് ചെറിയൊരു വിഷയമല്ല. ഞാനത് കാരണം കൊണ്ട് ഈ ഇതിനകത്ത് വലിയ പ്രതീക്ഷയോടെ സത്യത്തിൽ ഞാൻ നോക്കിയിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് 4.5 വർഷം അതിനകത്ത് അടയിരിക്കുകയല്ല, അത് ഒരു കാലത്തും പുറത്തു വരത്തില്ല എന്ന് വിചാരിക്കാവുന്ന സ്ഥലങ്ങളാ വന്നു എന്നുള്ളതാണ് വിധി. നല്ല പ്രതീക്ഷയോടെ കാണേണ്ട സ്ഥലമാണ്. കാര്യമുണ്ട് ഒന്ന് എടുക്കാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ മേഖലയ്ക്കകത്ത് ഇതിന്റെ കണ്ണു പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മളിത് ലൈംഗിക തൊഴിലാളികളുടെ സ്ത്രീകളായ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇതുപോലെ ഓരോന്നായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് അത് ഇയാളെ ഇത് മനസ്സിലാക്കേണ്ട സ്ഥലമാണ്. നമ്മൾ ഈ നിയമം കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഇത് കാര്യങ്ങൾ നേരെ നടക്കും എന്ന് നമുക്ക് തോന്നും. ഈ സ്ത്രീധന നിരോധന നിയമം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പണിയെടുത്തിട്ടാണ് ഉണ്ടായത്. അത് വർക്ക് ചെയ്തോ? ഈ മിനിമം വേതനം വെക്കുന്ന പോലെ. മിനിമം വേതനം വെച്ചാൽ അപ്പുറത്ത് വേറെ ആൾക്കാർ തൊഴിലിന് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇവര് ബലം പിടിച്ചാൽ തിരിച്ചുവിട്ടളയും. അപ്പോഴാണ് ഈ പറയുന്ന സകലതും ചെയ്യാൻ ഇവരെല്ലാവരും ബാധ്യമാകുന്ന സ്ഥലമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു ഇത് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനകത്ത് ആർക്കെങ്കിലും കൃത്യമായ ഒരു മുതലാളി നടത്തുന്ന കൃത്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലത്. റോഡിന്റെ സൈഡിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു മേശിരി കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്ന പോലാണ് ഈ സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നത്. അതിനകത്ത് കുറച്ചു പേര് തുടരുന്നത് ഈ പറയുന്ന സകല തരത്തിലുള്ള മഫിയ സംഘങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ട് തന്നെയാണ് ഈ പ്രമുഖരായ ഇവിടുത്തെ എന്താണ് പറയേണ്ടത് മമ്മൂട്ടി മോഹൻലാൽ തൊട്ടുള്ള സകലവനും നിൽക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ അവർക്ക് എല്ലാവർക്കും പ്രൊഡക്ഷൻ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എല്ലാം ഉണ്ടാവും. നമ്മൾ തോന്നുന്നു ഈ അഭിനയിക്കുന്നവർ മാത്രം ചെയ്യുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. പാട്ട് പാടുന്നവൻ വേറൊരു പാട്ടുകാരൻ ഉണ്ടാകാതിരിക്കാൻ നോക്കിയിട്ടുള്ള കാലമുണ്ട് ഇവിടുത്തെ
എന്താ പറയുക, ഗന്ധർവന്മാരായിട്ടിരിക്കുന്നവന്മാരുണ്ട്, പാട്ട് ഗന്ധർവന്മാര്, വേറെ ഒരുത്തം പാടിയാൻ അനുവദിച്ചിട്ടില്ലാത്തവന്മാര്. ഇതെല്ലാം ഈ പറയുന്ന മുഴുവൻ സാധനം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇതൊക്കെ ഞാൻ അന്ന് ഈ പൊതുപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് മനുഷ്യാവകാശ പരാതി എത്ര കംപ്ലൈന്റ് ആണെന്നറിയോ ഈ ആൾക്കാരുടെ എല്ലാം പേരിൽ നമ്മുടെ മുന്നേ വന്നിട്ടുള്ളത്. അതുകൊണ്ടത് അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമില്ല ഇതൊന്നും. പക്ഷെ ഈ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് അത് കോടതി കേസ് പറഞ്ഞും എടുത്തും പ്രഷർ ചെയ്തും സകലതും എടുത്ത് ആ WCSC മുന്നേ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ചിന്തിക്കാൻ കഴിയാത്ത വിജയമാണ്. അത് ചിലപ്പോൾ ഒന്നും സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ബോധത്തിനകത്ത് മാറ്റം ഉണ്ടാക്കും. അതിന് ഒരു സംശയവും വേണം. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ ആദ്യം നമ്മൾ റോഡിൽ കൊണ്ടുവന്ന് സമരം പ്രഖ്യാപിച്ച് റോഡിൽ കൂടെ നടക്കാൻ തുടങ്ങുന്നതും ഇവിടുത്തെ ടെലിവിഷൻ വേദികളിനകത്ത് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ആളുകളുടെ മുകളിലുള്ള ഹരാസ്മെന്റ് ഏറ്റവും കുറഞ്ഞത്. ഈ കേരളത്തിനകത്ത് ഒരു LGBT-കാരനും ഇല്ലായിരുന്നു ഞാൻ അവരെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ മാത്രമായിരുന്നു ക്രോസ് ഡ്രസ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണ് വേഷമോ അല്ലെങ്കിൽ പെണ്ണിന് ആണ് വേഷമോ ഒക്കെ കെട്ടി നിൽക്കാൻ പറ്റുന്ന ഏക സ്ഥലം അതായിരുന്നു. ഞാനിത് 98-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിന് പുറത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഹിജലകൾ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കാണും. കേരളത്തിലില്ല അങ്ങനെ ഒരാള്. കേരളത്തിൽ എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകാതെ പോയോ? അതൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. ഒരാൾ പോലും കേരളത്തിലില്ല. അത്ര ദുരിതം അനുഭവിക്കുന്നവരായിരുന്നു അവര്. അവസാനം ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോയി അവിടുത്തെ ഹിജഡകളെ പരിചയപ്പെടുമ്പോഴേ അതിനകത്ത് 80% മലയാളികളാണ്. കാരണം ഇവിടെ നിൽക്കാൻ പറ്റാത്തവരോട് ഓടിപ്പോയി നിൽക്കുകയാണ് അവിടെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രാകൃതമായ ബോധമുള്ള ഒരു സമൂഹമാണ് കേരളം. ഉടുപ്പിട്ട് പോയ ചിമ്പാൻസികളാണ്, അല്ല വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിലുള്ള കൗതുകം കൊണ്ട് അതിനകത്ത് കയറി നിൽക്കാനുള്ള കൊതി കൊണ്ട് അവരോടുള്ള അസൂയ കൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ പേരിലൊരു ആരോപണം ഉണ്ടായാൽ ഭയങ്കര ചർച്ച നടക്കും. അതേസമയത്ത് ഇപ്പൊ ഇവിടെ സ്വർണ്ണക്കട നടത്തുന്ന ഒരു മുതലാളിയുടെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ തുണിക്കട നടത്തുന്ന ഒരു മുതലാളിയുടെ പേരിൽ ഇങ്ങനത്തെ ഒരു ആരോപണം ഉണ്ടായാൽ അത് ചർച്ചയൊന്നും കാണത്തില്ല, ഒരു താല്പര്യം ആർക്കും കാണത്തില്ല. കാരണം അതൊക്കെ എന്റെ വീട്ടിൽ നടക്കുന്നതല്ലേ എന്ന് എല്ലാവരും അപ്പൊ ഓർമ്മ വരും. അതുകൊണ്ട് ഇപ്പൊ സിനിമയ്ക്കകത്ത് നടത്തിയിരിക്കുന്ന WCSC നടത്തിയിരിക്കുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് കേരളത്തിനെ നവീകരിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിന്റെ പൊതുബോധം മാറ്റേണ്ടതുണ്ട്. പുരുഷന്മാര് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് ആർട്ടിസ്റ്റുകളായിരിക്കുന്നവരെ മാത്രമല്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന ഏത് സ്ത്രീകളും ബഹുമാനിക്കാൻ പഠിക്കുന്ന പുരുഷന്മാരെ വളർത്തുന്ന വീടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ മേഖലയ്ക്കകത്ത് ഒരു എത്തിനോട്ടം നടക്കുന്ന ഇതിന്റെ ഓരോ ഇഞ്ചിലും ഇത് ഉറങ്ങിപ്പോകാതിരിക്കാൻ ഈ ഇപ്പൊ നടക്കുന്ന ഈ ഡിസ്കഷൻ അണഞ്ഞു പോകാതെ നിർത്തേണ്ട ഒന്നാണ്. പക്ഷെ ഇത് സിനിമ ആയതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. ലൈംഗിക തൊഴിലാളികളുടെ കാലത്ത് ഈ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവരെ പ്രതിഷേധിക്കാത്തത് എന്താണ് എന്ന് ഇങ്ങനെ ചോദിക്കുമല്ലോ. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളിൽ അവരുടെ തൊഴിലാണെന്ന് പറയുന്നത് ഇവരുടെ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കത്തില്ല എല്ലാവരും. ഞങ്ങൾ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അവരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമമാണ്. അത് വെച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അറിയണത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ഉപയോഗിച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ പോലീസുകാർ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അവർക്ക് ആളെ ജാമ്യം നിർത്തി കോടതിയിൽ കേസെടുത്തു. കേസ് വാദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? അവരെ അവിടുന്ന് ജാമ്യത്തിൽ പുറത്തിറക്കി.
അന്ന് തന്നെ അവർ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇറക്കുന്ന എല്ലാ ദിവസവും ഒരു 5 പേര് 10 പേരുടെ ജാമ്യം കഴിഞ്ഞപ്പോൾ ജാമ്യം നിൽക്കുന്ന ആളില്ല കേരളത്തില്. എന്റെ കൂടെ കൂടണമല്ലോ. എന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരൊക്കെ തന്നെയാണ് ആദ്യം നിന്ന്. അവരൊക്കെ നിന്ന്. പക്ഷേ 10 തവണ കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കയ്യിലുള്ള ആവനാഴിയിലുള്ള ജാമ്യക്കാർ തീർന്നു. ഈ സ്ത്രീകൾക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കൈക്കൂലി കൊടുത്ത് കാലും പിടിച്ച് അരന്ന് ആ സ്ത്രീകൾ റോഡിൽ നിന്നിരുന്നത് ഈ പോലീസുകാരടുത്ത്. പോലീസുകാർക്ക് എതിരായിട്ട് ഞങ്ങൾ കേസ് വാദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും അവർ അറസ്റ്റ് ചെയ്തു. അവസാനം ഈ സ്ത്രീകളാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, സാറേ വിവരക്കേട് ഞങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കരുത്. നിങ്ങൾ വിചാരിച്ചിട്ട് ഇത് എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാനും നോക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് എങ്ങനെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് ഈ റോഡിൽ നിൽക്കട്ടെ. നിങ്ങൾ കുറച്ച് ഞങ്ങളെ അടിക്കരുത് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും ചെയ്യണ്ട. നിയമമൊന്നും കൊണ്ടുവന്നിട്ടൊന്നും നടക്കത്തില്ല. ഞാൻ വല്ലാത്ത ഇതുപോലെ ഞാൻ തകർന്നു പോയൊരു ദിവസമില്ല അവരങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ നിയമങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഉടനെ ഇവർക്ക് എല്ലാവർക്കും സിനിമയും കിട്ടും, അത് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് എല്ലാവരും പെരുമാറും. അങ്ങനെയൊന്നും വിചാരിച്ചും കൂടാ. നല്ല പണിയാണത്. ഇതെല്ലാ വീട്ടിനകത്ത് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടായ ഒരു കാര്യമായിരുന്നു. എനിക്കൊന്ന് നളിനി ജമീലയോ അതുപോലെ ആരോ ഒരാളാണെന്ന് അത് പറഞ്ഞത്. സാറേ, നമ്മൾ എല്ലാ പണിയും ചെയ്തതിന് ശേഷമാണ് ഈ പണിക്ക് പോകുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാ ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടണം. അവരുടെ അണ്ടർവെയർ നന്നാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് അത് ചെയ്യണ്ട. അത് ഭയങ്കര ഇതുപോലെ ഷോക്കായി പോയൊരു സാധനമാണ്. നമ്മൾ അതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. സ്ത്രീകള് ഈ വീടുകളിനകത്ത് ഒരാളുടെ ലൈംഗിക തൊഴിലാളിയായ ഭാര്യമാരെ ഇവിടെ ഉള്ളു. ഒരാളുടെ ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞാൽ കീപ്പെന്ന് നമ്മൾ പറയാവുന്ന നിലവാരത്തിൽ തന്നെയാണ് ഈ സ്ത്രീകൾ നിൽക്കുന്നത്. ഈ 2 പേര് തമ്മിൽ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ജീവനാംശം കൊടുക്കണമെന്ന് പറയുന്നല്ലോ, ഇല്ലേ, കോടതിയില്. അപ്പം ജീവനാംശം കൊടുക്കുന്നത് എന്തിനാണ് ഈ കാശ് കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? എന്തിനാണ് ഈ പുരുഷൻ കാശ് കൊടുക്കണം, സ്ത്രീ കാശ് കൊടുക്കും, വാങ്ങുന്ന ആളാ. അതെന്താണ് അങ്ങനെ ഇരിക്കുന്നത്? തുല്യ പൗരര് വിവാഹം കഴിച്ചെന്നാണല്ലോ സങ്കല്പം. തുല്യ പൗരരൊന്നും ഒരിക്കലും ആയിട്ടില്ല, പൗരരേ ആയിട്ടില്ല. പെണ്ണ് കണ്ട് പശുവിനെ അഴിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. ലൈംഗിക തൊഴിലാളിയായിരിക്കുന്ന സ്ത്രീകൾക്ക് അന്നന്ന് കാശ് കൊടുക്കുന്നെങ്കിൽ ഭാര്യമാർക്കും അതുപോലെ കാശ് കൊടുത്തിട്ട് തന്നെ നിർത്തിയിരിക്കുന്നതാണ്. അത് കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. അത്രയും നമ്മൾ തിരിച്ചറിയാം. ഈ മേഖലകളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പിരിഞ്ഞു പോകുമ്പോ ഒന്നിച്ച് അത്രയും കാലത്തെ ലൈംഗികതക്കുള്ള ധനം കൊടുക്കുന്നതാണോ? ഒന്നിച്ച് കൊടുക്കുക ഉള്ളതാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. നമുക്കിത് ഇത് പുതിയ നിയമപ്രകാരം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈക്വൽ അല്ലേ? ഇങ്ങനെയാണല്ലോ ഇവിടുത്തെ യുക്തിവാദികളൊക്കെ ഇങ്ങനെ ഈക്വൽ ആകുമ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? അപ്പോഴാണ് ഈ ബോൺസായി പോലെ വളർത്തിയ സ്ത്രീകളാണിത്. പെണ്ണുങ്ങളെ ഉണ്ടാക്കുന്ന വഴിയാണ് പെണ്ണുങ്ങളാകുന്നത്. മരം കയറിയെന്ന് പെണ്ണുങ്ങളെ മാത്രമേ വിളിക്കത്തുള്ളൂ, പുരുഷന്മാരെ വിളിക്കത്തില്ല. പക്ഷെ ഒരു പുരുഷനും മരം കയറാൻ അറിഞ്ഞൂടാ. അപ്പോഴും അവർക്ക് മരം കയറാൻ പറ്റുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. മരം കയറാൻ പഠിച്ചേ പറ്റൂ. സർക്കസ് മുഴുവൻ കളിക്കുന്ന പെണ്ണുങ്ങളാണ്, പക്ഷെ അപ്പോഴും മരം കയറാൻ പറ്റത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിസ്സഹായരായിട്ട് വളർത്തി ഒരിക്കലും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വളർത്തിയെടുത്ത് വസ്തുക്കളാക്കി മാറ്റി കല്യാണം കഴിക്കാൻ വസ്തുവാക്കി കൊടുക്കുന്ന കച്ചവട ചരക്കായിട്ട് നിൽക്കുന്ന ലൈംഗിക ചരക്കായിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ വേണം നമ്മൾ ഈ പറയുന്ന കഥയൊക്കെ പറയാൻ. അതുകൊണ്ട് ഇത്
കേരളത്തിനെ നവീകരിക്കുന്ന, മനുഷ്യബന്ധങ്ങളെ നവീകരിക്കുന്നത്, തുല്യരായ പൗരരെ ഉണ്ടാക്കുന്നതിന് ഈ സിനിമാക്കാരുടെ ഇടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുമ്പോൾ പറയപ്പെടേണ്ടതായ മേഖലകളാണ് ഇതെല്ലാം. ഈ മേഖലകളിൽ തൊടാതെ ഇവിടുത്തെ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നവരുടെയോ ഇവിടെ സാധനം വിൽക്കാൻ പോകുന്ന ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങി സാധനം വിൽക്കുന്ന പെണ്ണുങ്ങളെയോ ഈ കൺസ്ട്രക്ഷൻ തൊഴിലാളികളായിട്ടിരിക്കുന്നവരെയോ റോഡിനകത്ത് പണിയെടുക്കുന്നവരെയോ അത് കഴിഞ്ഞിട്ട് ഈ അവസാനം ഈ നമ്മൾ ഈ പറയുന്ന നഴ്സുമാരുടെ ലോകവും ഈ എന്തിനാണ് PhD രജിസ്റ്റർ ചെയ്താലേ ആ PhD ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗൈഡിന് വഴങ്ങി കൊടുക്കുന്നവരെ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്ന ഒരാളാണ് ഞാൻ. പരാതി വന്നിട്ടുള്ളതാണ്. ഞാൻ മനുഷ്യാവകാശ പ്രശ്നമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രമുഖന്മാരായ കവികളൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ഈ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെ കോളേജിലെ പ്രൊഫസർമാരായിരിക്കുന്നവന്മാരാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഈ പ്രശ്നം ഒരു സിനിമാ പ്രശ്നമോ സിനിമാക്കാരുടെ പ്രശ്നമല്ല. ഇവിടുത്തെ കേരളത്തിന്റെ പരിച്ഛേദമാണത്. ആ കാണുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിൽ മുഴുവൻ ഈ പ്രശ്നം ഇപ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്നതല്ലേ ഓരോരുത്തരെ പുറത്താക്കുന്നതൊക്കെ. അതെ, എത്ര വർഷം കഴിഞ്ഞ് നമ്മൾ ഈ 4.5 വർഷം കഴിഞ്ഞ് കമ്മീഷന്റെ സാധനം വന്നു എന്ന് പറയുമ്പോ കുറ്റാരോപിതരായ ആൾക്കാര് തങ്കമണി ഇഷ്യൂ ഒക്കെ എടുക്കുക എന്ന് നടന്നെന്നാ പറയുന്നത്. നമ്മൾ വെറുതെ ഒന്ന് അടുത്തൊന്ന് പരിശോധിച്ച് നോക്കണേ. ഇതൊക്കെ വിതുര കേസ് നടന്നില്ലേ? എന്ത് നടന്ന്? എത്ര സാധനമാണ് നമ്മളിത് ഈ ഏരിയകളൊക്കെ അങ്ങ് മറന്നുപോയിട്ട് പെട്ടെന്ന് ഇത് സിനിമാക്കാരുടെ ഒരു പ്രശ്നത്തിനകത്ത് സിനിമാക്കാർ ഇങ്ങനെ പെരുമാറിക്കൂടാണ്. സിനിമയ്ക്കകത്തിരിക്കുന്ന അൺഓർഗനൈസ്ഡ് സെക്ടറുള്ള ഏത് സാധനത്തിനകത്തും ഈ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കും. പക്ഷെ മറ്റേത് ഞാൻ മറന്നു പോകുന്നില്ല, ഓർഗനൈസ്ഡ് ഇതിനകത്ത് ശമ്പളമെങ്കിലും കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ട്രാൻസ്ഫർ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. കോളേജിൽ പഠിക്കുന്നിടത്ത് ഈ പറയുന്ന ഇന്റേണൽ മാർക്ക് കൊടുക്കേണ്ട വരുന്ന ഏത് സ്ഥലത്തും ഇത് പ്രശ്നമാണ്. നിങ്ങളത് അങ്ങനെ തന്നെ അത് മനസ്സിലാക്കേണ്ടത്. അനുചിതമായി ഈ ആളുകൾക്ക് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തോടെ നിൽക്കാൻ പറ്റുന്ന എല്ലായിടത്തും ഈ പ്രശ്നം അനുഭവിക്കും. തൊഴിലില്ലായ്മ ഉയർന്നു നിൽക്കുകയും തൊഴിൽ കുറഞ്ഞു നിൽക്കുന്ന എല്ലാ സമൂഹത്തിൻ്റെയും പ്രശ്നമായിട്ടില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. പരസ്പര മര്യാദയോടെ സ്ത്രീകളെയും പുരുഷന്മാരും തുല്യരായി കണ്ട് വളർത്തുന്ന ക്ലാസ് റൂംസ് ഉണ്ടാകാതെ നമുക്കിതിനൊന്നും പരിഹാരം പറയാനൊക്കെ. ആണിനെയും പെണ്ണിനെയും രണ്ടായിട്ട് വെച്ചിട്ട് വളർത്തി ഉണ്ടാക്കുന്ന ക്ലാസ് റൂംസ് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഈക്വലായിട്ട് മനുഷ്യർ പെരുമാറുന്നതും നീതിയോടെ പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമല്ലേ ഇത്? നമ്മളൊക്കെ ഇവിടുത്തെ ഈ പള്ളിയിലച്ചന്മാര്, ആ ബിഷപ്പൊക്കെ ഫ്രാങ്കോ, അവനൊക്കെ നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാ പോരെ? എത്ര കന്യാസ്ത്രീകളാണ് ഈ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയുന്ന ഈ വടക്കേന്ത്യയിലെ മുഴുവൻ ഗുരു സ്വാമിമാരുടെയും ആശ്രമം ഈ അടുത്തിടയ്ക്ക് റെയ്ഡ് ചെയ്ത സമയത്ത് ഇതേ ഇഷ്യൂ തന്നെ അല്ലയോ ഉണ്ടായിരുന്നത്? ഒരുത്തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വേറെ ഐലൻഡ് വരെ ഉണ്ടാക്കി അവിടെ ഇരിപ്പില്ലേ? ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോഴാണ് നമ്മളിത് എന്തോ ഈ സിനിമാക്കാരുടെയോ ഹേമ കമ്മീഷനോ ഒന്നും നല്ലത്. കണ്ണിന് മുമ്പേ എല്ലാ ആളുകളിലെ ഈ കാണുന്ന സമൂഹത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും ഇതിന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളിത് പഠിപ്പിക്കുകയും പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുന്ന വലിയൊരു പ്രക്രിയയ്ക്കകത്താണ് ഇത് നിൽക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ ഇഷ്യൂ സജീവമായി വരുമ്പോൾ
ഇത് ഇത്രയും നന്നായി, ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ട് എനിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ലൈംഗിക തൊഴിലാളികളുടെ ഇഷ്യൂവിനകത്ത് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് പറയുമ്പം ഇത് എത്രയോ നാളായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിനകത്തൊക്കെ ആളുകളുടെ ശ്രദ്ധ വരുന്നത് ഈ സിനിമ ആയതുകൊണ്ടാണ്. അത് വളരെ ആളുകളെ ഏറ്റവും ആധുനികമായ എല്ലാവരുടെയും ശ്രദ്ധയും സകല ആർട്ടിസ്റ്റുകളും ഒന്നിച്ചു ചേർന്നതായിട്ടുള്ളതും ഇത്രയധികം ധനം ഉണ്ടാക്കാനും ഇത്രയധികം പ്രസിദ്ധി ഉണ്ടാക്കുന്നതുമായ ഒരിടം വേറെ ഇല്ലാത്തത് കൊണ്ടാണ്. രാഷ്ട്രീയക്കാരെക്കാളും പ്രസിദ്ധി ഉണ്ടാകുന്ന ഇടമാണ് സിനിമ. ഇതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ അവിടെ വരുന്നതിനകത്ത്. ഇത് അവിടെ തുടങ്ങുകയെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും, ഞാൻ പറഞ്ഞില്ലേ, ഡൊമസ്റ്റിക് വയലൻസിനുള്ള നിയമം ഉണ്ടാക്കുന്നത് പോലെ ഈ മിനിമം വേതനത്തിന്റെ കാര്യത്തിനകത്ത് എൻഷുർ ചെയ്യാൻ നമുക്ക് എന്ത് മെക്കാനിസം ഉള്ളത്? മിനിമം വേതനത്തിന് ആളുകൾ ഒപ്പിട്ട് കൊടുക്കും, പക്ഷെ അവർക്ക് ശമ്പളം കിട്ടത്തില്ലത്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത് എന്നുള്ള സ്ഥലം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവരുടെ റെക്കമെൻഡേഷൻസ് മുഴുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻസ് എങ്ങനെയാണ് നടത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാനിത് സ്ത്രീകളുടെ മറ്റു പല സ്ഥലങ്ങളിൽ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. നിയമങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ല, സ്ത്രീധന നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവനാംശം കൃത്യമായിട്ട് കൊടുക്കത്തില്ല. എല്ലാ തവണയും സ്ത്രീകൾക്ക് വീണ്ടും ഈ കോടതി പോകേണ്ടി വരും. നമ്മൾ ഇത് ഒരു കൊടുക്കാൻ കോടതി നിയമം ഉണ്ടാക്കി വിധിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കണ്ടേ? പണം കൊടുക്കുന്നത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചു കൊടുക്കാം, പക്ഷെ മര്യാദയ്ക്ക് പെരുമാറണമെന്ന് കോടതി ആവശ്യപ്പെട്ടാൽ എങ്ങനെ ചെയ്യാനൊക്കും? നിങ്ങൾ ഒരാളെ ഹരാസ് ചെയ്യാതെ, ലൈംഗിക ഹരാസ്മെന്റ് മാത്രമല്ല അല്ലാത്ത ഹരാസ്മെന്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് മെക്കാനിസം ഉള്ളത്? ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ മനുഷ്യർ മര്യാദയ്ക്ക് പെരുമാറാനായിട്ട് കുട്ടിക്കാലം തൊട്ട് പരിശീലിപ്പിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോഴാണ് നിയമത്തിന്റെ പരിമിതികളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് എൻഫോഴ്സ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആളുകൾ സംഘടിച്ച് നിൽക്കേണ്ടതുണ്ട്, സംഘടിച്ച് എതിർക്കേണ്ടതുണ്ട്. അത് ദളിതരായാലും സ്ത്രീകളായാലും സംഘടിച്ച് എതിർക്കുക അല്ലാതെ വേറൊരു മെക്കാനിസം അതിനകത്തില്ല. അതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് നിശബ്ദമായിരിക്കുന്നു. പണ്ടങ്ങനെയായിരുന്നു, പഴയ വീടുകളിലെല്ലാം സമാധാനം കളിയാടുന്നു എന്നായിരുന്നു. അങ്ങനെയായിരുന്നു പറയും. എൻ്റെ അച്ഛൻ്റെയൊക്കെ വീട്ടിനകത്ത് യാതൊരു പ്രശ്നമില്ലായിരുന്നു. അച്ഛനേ ഉള്ളു, അമ്മയെന്ന് പറയുന്ന ഒരു വസ്തു മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടുപേരുള്ളടുത്ത് ആ അഭിപ്രായ വ്യത്യാസമുള്ളു. ഒരാളുള്ളിടത്ത് പിന്നെ എന്താ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്? ഇങ്ങനത്തെ വീടുകളാണ് ഈ കാണുന്ന മുഴുവനും. അവിടെയാണ് കുടുംബം, നല്ല കുടുംബമാണെന്നാണ്. ഞാൻ കുടുംബം കലക്കിയാണല്ലോ, ഈ വിഷയം പറയുന്നതാണ് കുടുംബം കലക്കുകയാണ്. കാര്യം ചാക്ക് കെട്ടുപോലാണ് പെണ്ണുങ്ങളെ കൊണ്ടു നടക്കുന്നത്. വെറുതെ നോക്കിയാൽ മതി, ചാക്ക് കെട്ടുപോലെ. കുളിക്കാൻ ഇന്ന് വസ്ത്രം ഊരാൻ പറ്റാത്ത സ്ത്രീകളായി മാറിയിട്ടുണ്ട്. വസ്ത്രം ഊരാക്കത്തില്ല, വസ്ത്രം ഇട്ട് കുളിക്കുന്നവരായി മാറി. സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ നമ്മള് സോപ്പ് ഉടുപ്പിട്ടിട്ട് സോപ്പ് തേക്കുന്നവര്? ഈ കടപ്പുറത്ത് മുഴുവൻ പോയാൽ മതി, സ്ത്രീകള് സാരി ഇട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കഷ്ടിച്ച് വസ്ത്രം ധരിച്ചോണ്ടിരുന്നവരായിരുന്നു ഒരു 100 വർഷം മുമ്പ്. അവര് വസ്തുക്കളായിപ്പോയി. അത് ഈ സ്കൂളിനകത്ത് പഠിപ്പിച്ചതാണ്. നമ്മൾ ഇത്രയധികം ശരീരം ലൈംഗിക വസ്തുവാണെന്ന് പഠിപ്പിച്ച്, ആ ലൈംഗിക വസ്തു എന്ന് പറയുന്നത് സ്ത്രീകളാണെന്ന് വരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞു. മതം മുഴുവൻ പഠിപ്പിക്കുന്നതാണ്. കൊട്ടയ്ക്കകത്താണ്, ചാക്കിനകത്ത് കയറി കണ്ടിട്ടില്ലേ, പറതയൊക്കെ ഇട്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? വസ്തുക്കളാണ്, വേറെ ആൾക്കാർക്ക് കണ്ടുകൂടാത്ത സാധനമാണ്. വേറെ പുരുഷന്മാർ കണ്ടുകൂടാ. വസ്തുക്കളാക്കി മാറ്റിയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ അഴിച്ചുപണി എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. അത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന, തുല്യരായി കാണുന്ന പുരുഷന്മാരെ ഉൽപ്പാദിപ്പിക്കേണ്ട പണിയുണ്ടെന്ന് അറിയേണ്ടത്. അത് ചെയ്യാതെ ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതേപോലെ തന്നെ
നിയമപരമായി ഒരു മിനിമം വേതനം കൊടുക്കണം എന്ന് പറയുന്നത് കണിശമായി ഉറപ്പാക്കേണ്ടതുണ്ട്. അത് കയ്യിൽ വാങ്ങുന്നതല്ല, ബാങ്കിലൂടെ മാത്രമേ ആ ട്രാൻസ്ഫർ നടക്കാവൂ. അപ്പൊ കൊടുക്കേണ്ടി വരും. പരിഹാരമാണത്. ഏത് ശമ്പളവും ബാങ്കിലൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ കള്ളപ്പണത്തിന്റെ ഇത് കൊടുക്കാനും വാങ്ങാനും ഒക്കെ നിൽക്കുന്നവർക്ക് പറ്റാതെ വരുന്ന സ്ഥലമാണ്. എന്താ ഈ കള്ളപ്പണം മുഴുവനും? സ്വന്തം രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കത്തില്ല എന്ന് പറയുന്നതിന്റെ യുക്തിയാണ്. 3 കണക്ക് പുസ്തകം ഇല്ലാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഇതാ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതേസമയത്ത് ഇൻഡയറക്റ്റ് ടാക്സ് മുഴുവൻ നമ്മൾ കൊടുക്കണ്ടേ? അത് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം കടയിൽ പോയി സാധനം മേടിക്കുമ്പം അവർ GST മേടിക്കും. ആ സമയത്ത് ഈ ചർച്ചയില്ല. അത് ബാക്കി ഇൻകം ടാക്സ് അടയ്ക്കുന്നിടത്ത് മുഴുവൻ 3-4 കണക്ക് പുസ്തകമുണ്ട്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ അകത്തെ ജനാധിപത്യപരമായ നീതിബോധമുള്ള, പരസ്പര ബഹുമാനമുള്ള, ഉത്തരവാദിത്തത്തോടെ പരസ്പരം പെരുമാറും എന്നൊക്കെ പറയുന്ന മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനെ ഈ നിലവാരത്തിലുള്ള മേഖലകളിൽ ചർച്ച തന്നെ ആരംഭിക്കാറുള്ളത്. അല്ലാതെ പാടാണ്. എന്താണ് കാസ്റ്റിംഗ് കൗച്ച് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന സ്ത്രീകളുടെ പ്രശ്നമായിട്ടാണ്. നിങ്ങൾ അങ്ങനെ സിനിമ വേണ്ടെന്ന് വിചാരിക്കണമെന്ന് പറയുന്നത് ജോലി വേണ്ടെന്ന് വിചാരിക്കുന്നിടത്ത് എത്തണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരുടെ പറച്ചില്. വീട്ടിൽ ചെലവിനൊക്കെ ഉള്ളവർക്ക് പറയാൻ പറ്റും. വേറെ ഇതുണ്ട്. ഇത് സിനിമാക്കാർക്ക് മാത്രമാണല്ലോ ഈ ചോയ്സ്. സിനിമ വേണ്ട എന്ന് തീരുമാനിക്കാനൊക്കെ സാധാരണ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെയാണ് ആ തരത്തിലൊരു ചോയ്സ് വരുന്നത്? ഞാനതുകൊണ്ടാണ് ഞാൻ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾക്ക് തൊഴിലില്ലാത്തത് കൊണ്ടല്ല അവർ ലൈംഗിക തൊഴിൽ ചെയ്യുന്നത്. അവരുടെ എല്ലാ തൊഴിലിനും ലൈംഗിക തൊഴിലും കൂടെ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഇത് നമ്മളറിയാം. മര്യാദയ്ക്ക് പെരുമാറാത്ത മനുഷ്യര് ഇത്രയധികം മോശമായി സ്ത്രീകളോട് പെരുമാറുന്നത്, ഇത്രയധികം മോശമായി ഈ ദരിദ്രരോട് പെരുമാറുന്ന ആൾക്കാരുള്ള സമൂഹത്തിനകത്ത് നിൽക്കുന്ന പ്രശ്നമാണ്. അത് നിയമം ഒരു വശത്തൂടെ വരുമ്പോൾ തന്നെ അത് സ്വന്തമായി പരിപാലിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, പ്രമുഖന്മാരെല്ലാം ഇൻവോൾവ് ആണ്, അവർ മിണ്ടാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രമുഖൻ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 4.5 വർഷമായിട്ടൊരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് പുറത്തോട്ട് വരാതിരിക്കുന്നത്? നഷ്ടം ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. നഷ്ടം ഉണ്ടാകുമെന്ന് അറിയുന്ന എല്ലാ സ്ഥലത്തും ഇത് ചെയ്യില്ല. പ്രേക്ഷകർ നഷ്ടം വരുമെന്ന്, അഭിനയിക്കാൻ സ്ഥലം കിട്ടത്തില്ലെന്നൊക്കെ അറിയുന്നത്. ഇവിടുത്തെ പുതിയ തലമുറയിലെ നടന്മാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പുതിയ അവര് ഭയങ്കര കുഴപ്പക്കാരാണെന്നാണ്. അപ്പൊ ഈ 15 പ്രമുഖന്മാര് കുഴപ്പക്കാരല്ലായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ? ശ്രീനാഥ് വാസി, പിന്നെന്തായിരുന്ന നിഗം, അവന്റെ പേര് ഷൈനോ. ഇത് ഇങ്ങനെയൊക്കെയുള്ളവരുടെ പേരിൽ നടപടിയൊക്കെ ഉണ്ട്. എന്തിനാണ് തിലകന്റെ പേരിൽ നടപടി എടുത്തത് ഇവര്, ഈ പ്രമുഖന്മാര്? അപ്പൊ നമ്മൾ എതിര് പിടിച്ചാല്, അഭിപ്രായം പറഞ്ഞാല്, മര്യാദകേട് ഇന്നത് ചെയ്യുന്ന മര്യാദകേടാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാല് അതിന് വില കൊടുത്ത് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. ആ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വലുതാണ്. പുരുഷന്മാരനുഭവിക്കുന്ന സാധനത്തിനെ പറ്റിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരു പ്രമുഖ നടനായിരുന്നല്ലോ തിലകൻ, അയാൾ അനുഭവിച്ചല്ലോ. എന്തിനാ? മാള് അനുഭവിച്ചായിരുന്നു, വിലക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ഇവിടുത്തെ ഈ ഹേമ കമ്മീഷനകത്ത് പറഞ്ഞ 15 ബാധകമല്ലേ? അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. സംഘമായിട്ട് ഈ സംഘടനകളല്ല,
നാട്ടിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയും ഇതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഒരു ജനാധിപത്യമോ ഒരു മര്യാദയോ ഇല്ലാത്ത ഒരു സമൂഹം രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും മേലുകീഴല്ലേ. ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പേടിക്കാത്ത ഒരുത്തനും ഇല്ലെന്നാ പറയുന്നത്. അതൊക്കെ നമ്മളൊന്ന് എടുക്കണം. പേടി ജനപ്രതിനിധിയാണ്. എലക്ഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് പേടിച്ചിട്ട്. മോദിയൊക്കെ വരുന്ന കാണുമ്പോ പേടിച്ചിട്ടാ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പേടിയാണ് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അവിടെയാണ് ഞാൻ രാജാക്കന്മാരെ പറ്റിയേ പറയത്തുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇവന്മാരെല്ലാം രാജാക്കന്മാരാണെന്നാണ് ഞാനീ പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരു രാജാവിനെ മാറ്റി 25 രാജാവിനെ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന സമൂഹമാണിത്. എലക്ഷന് നിൽക്കുന്നവന്മാരെ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടി വരുന്ന പോലീസ് വേണം. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ച് നോക്കും. ഈ മേഖലകളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ സ്ത്രീകളുടെ ഈ സിനിമയുടെ അകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളെയും മനസ്സിലാക്കണം. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായ ഒരു പ്രശ്നമൊന്നും അല്ല. അടുത്ത ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് അങ്ങ് മാറും. നാളെ തൊട്ട് ഇവിടെ എല്ലാവരും ഒരാളുടെ സംഗീതമായി മാറുമെന്ന് കാർലോസ് പറയുന്ന പോലെ ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും കൂടെ പാട്ടും പാടി കഴിയാൻ പോവുകയാണ്, സിനിമാക്കാരെല്ലാവരും കൂടെ നേരെയായി കളയുന്നു. ഒരു തെറ്റിദ്ധാരണയും നമ്മൾ പാടില്ല. നിരന്തരമായിട്ട് ഓരോ മേഖലയ്ക്കകത്തും സമരം ചെയ്യുന്നത് വഴിയാണ്. ആളുകളുടെ വിചാരം മിണ്ടാതിരിക്കുന്നിടത്ത് എല്ലാം സമാധാനമാണെന്ന്. മര്യാദകള് കണ്ടാൽ മിണ്ടാതിരിക്കുന്നത് വഴിയാണ് സമാധാനം ഇവിടെ ഉള്ളത്. അല്ലാതെ സമാധാനമില്ല. നിശബ്ദതയുണ്ടോ അറിഞ്ഞോണം. അവിടെ പരമാവധി അടിച്ചമർത്തലുള്ള സ്ഥലമാണ്. 2 പേരുണ്ടോ അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും, രജിസ്റ്റർ ചെയ്യപ്പെടും, വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോഴാണ് ജനാധിപത്യപരമായിട്ടുള്ള മനുഷ്യരുണ്ടാകുക. അതുകൊണ്ട് ആ മേഖലയ്ക്കകത്തുള്ള ചർച്ചകളും കാര്യങ്ങളും കൂടെ കൊണ്ടുവരാനായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ എന്നാൽ സ്ത്രീകളുടെ മോചനവും ദളിതരുടെ മോചനവും സമൂഹത്തിനെ മുഴുവൻ ജനാധിപത്യവൽക്കരിക്കും. ഇവിടെ നവോത്ഥാനം നടക്കുന്ന സമയത്ത് ഇവിടെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കകത്തു നിന്നാണ് നാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ ഉണ്ടായത്. അവരുടെ മുൻകൈയിൽ അവസാനം എന്താ പറയണ്ടേ നന്നായവന്മാരാണ് ആ ബ്രാഹ്മണ കുടുംബങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യോഗക്ഷേമ സഭയൊക്കെ മറ്റേ പ്രേംജിയുടെയോ എന്താണ് VT ഭട്ടതിരിപ്പാടിന്റെയൊക്കെ അവസാനം നന്നായ സമൂഹമാണ് മേലെ തട്ട്. അത് എപ്പോഴും നമ്മൾ കാണണം. അതുകൊണ്ട് ഈ നവോത്ഥാനം നടക്കുക എന്ന് പറഞ്ഞാൽ പാവം പിടിച്ചവർ ദരിദ്രരുടെ മാത്രം മോചനമല്ല, മനുഷ്യരുടെ മോചനത്തിനാണ്. അത് സ്ത്രീകളുടെ മോചനം എന്ന് പറയുന്നത് അവസാനവും ഏറ്റവും ദരിദ്രനായവനും അവന്റെ ഭാര്യയെ ഭരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് സ്ത്രീകളുടെ മോചനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുഴുവൻ മോചനമാണ്. അതിനൊരു എന്താ പറയണ്ടേ വലിയ ക്യാൻവാസ് നിർമ്മിച്ചു കൊടുക്കാൻ ഈ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ അല്പസ്വല്പമൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇതൊരു ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ സംഘടിപ്പിച്ചതിന് ശേഷം അതുപോലെ സ്ത്രീ വിമോചനത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ പൊതു നവീകരണത്തിന് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടും ഈ സിനിമയുടെ മേളിലുള്ള ഡിസ്കഷൻ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കും. ഈ മേഖലകളിലേക്ക് എല്ലാം നോട്ടം എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാനിതൊരു പുതിയ കേരളത്തിന്റെ പൊതുബോധത്തിനകത്തൊരു പുതിയ ചാപ്റ്റർ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനിത് WCCയോടൊപ്പം അതിന് മുൻകൈ എടുത്ത എല്ലാ സ്ത്രീകളോടൊപ്പം നിന്നുകൊണ്ട് പറയുകയാണ് ഇതൊരു പ്രതീക്ഷയുള്ള സ്ഥലമാണ്. അപ്പോഴും മൈത്രേയൻ, ഒരു പുരുഷബോധത്തിൽ നിലനിൽക്കുന്ന സമൂഹം തന്നെയാണല്ലോ കേരളം. അത് അത്ര ഈസി അല്ലല്ലോ മാറ്റിയെടുക്കുക. ഇപ്പം സ്ത്രീകൾ ചിന്തിക്കുന്നവരെ പുരുഷബോധത്തിൽ നിന്നുകൊണ്ടാണെന്ന്, പല സ്ത്രീകളും ചിന്തിക്കുന്നത് വരെ പുരുഷബോധത്തിൽ നിന്നുകൊണ്ടാണെന്ന് നമുക്ക് തോന്നുന്ന പല തീരുമാനങ്ങളും പല അഭിപ്രായങ്ങളും കേൾക്കാം.
ഇത്തരം പുരുഷബോധം മാറ്റിയെടുക്കണമെങ്കിൽ അത് ഉയർന്ന തലങ്ങളിൽ നിന്ന് തന്നെ വേണ്ടേ, ഉയർന്ന ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള തലങ്ങളിൽ തന്നെ വേണ്ടേ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ വേണ്ടേ? അതിന് നിർബന്ധിതമായും ഇപ്പം നമുക്കറിയാം പാർലമെൻറ്റിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ തുച്ഛമാണ്. അഥവാ 50% സ്ത്രീകളുള്ള ഈ സമൂഹത്തിൽ 50% സംവരണത്തിലൂടെ അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ? അത്തരം രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാതെ ഈ താഴെത്തട്ടിലുള്ള സ്ത്രീകളുടെ മാറ്റങ്ങളെ, സ്ത്രീകളുടെ വീക്ഷണത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന പുരുഷൻ്റെ മാറ്റങ്ങളെ നമുക്ക് കാണാൻ കഴിയുമോ? അത്തരം ഒരു മാറ്റം അനിവാര്യമല്ലേ? അല്ലെങ്കിൽ അത്തരം മാറ്റം ആവശ്യകതയല്ലേ? അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് പഴഞ്ചനാണ്, കാളവണ്ടി പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹിതമാണ് ഞാൻ ഈ പറയുന്നത്. ഹെയറാർക്കിക്കലായിട്ടുള്ള പാർട്ടികളാണതല്ല. ജനാധിപത്യപരമായ പാർട്ടി ഉണ്ടാകാതെ ഇയാൾ വിചാരിക്കുന്ന നടക്കില്ല. പുതിയ രാഷ്ട്രീയ പാർട്ടി, ജനാധിപത്യത്തിന് പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാലത്താണ്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ അഴിച്ചു പണിയേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഈ കോടതികളൊക്കെ എന്ന് പറയുന്നത് ജാംബവാന്റെ കാലത്താണ്. പുരാണ കിട്ടന്മാരാണ് ഈ കോടതിക്കകത്തിരിക്കുന്നവന്മാരല്ലേ. ആ കോടതി തന്നെ ജാംബവാന്റെ കോട്ടയാത്. ഇതൊക്കെ അഴിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാലം. അത് ഇതുവരെ അണികളും അനുയായും നേതാവും ഉള്ള യുക്തിക്കകത്താണ് ഇന്നും മനുഷ്യർ സംസാരിക്കുന്നത്. നേതാവെ നയിച്ചോളൂ എന്നൊക്കെയാണ് മുദ്രാവാക്യം. ലക്ഷം പിന്നാലെ എന്നൊക്കെ അല്ലേ പറയുന്നേ. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടിക്കകത്ത് മുദ്രാവാക്യമാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ടാണ് ഇവനൊക്കെ കയറി പോലീസ് മുന്നിലും പുറകിലുമായിട്ട് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഉള്ള മേയറും ഒക്കെ ഉള്ള ഈ നാട്ടിനകത്തൊക്കെ മേയറൊക്കെ എന്തിനാണ്? എന്ത് പ്രോട്ടോകോളാണ് ജനാധിപത്യത്തിനകത്ത് ജനപ്രതിനിധികൾ? അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ മേഖലയ്ക്കകത്താണ് നമ്മൾ ഈ ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. ഞാൻ അതിനൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ത്രീകൾ പ്രതിഷേധിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും വിസിബിളായ സ്ത്രീകൾ മുൻകൈ എടുക്കുമ്പോൾ അത് നല്ല മാറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്ക്. എല്ലാ സ്ഥലത്തും പ്രതിഷേധിക്കണം. ഇത് ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതാണ്. നമുക്ക് ഇതുവരെ അഴിച്ചു പണിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിനകത്ത് ആരംഭിച്ച് പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രം, ഇണകളെ തെരഞ്ഞെടുക്കുന്നവരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലാതെ ഇതിന്റെ കാരിയേഴ്സ് എവിടെ നിന്നുണ്ടാകുമെന്ന് ഇയാൾ വിചാരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിയമം അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. സ്ത്രീധന നിരോധന നിയമം അവിടെ ഉണ്ട്, പക്ഷെ അത് അവിടെ ഇരിക്കത്തല്ലേ ഉള്ളു. എന്തിനാണ് ഡൊമസ്റ്റിക് വയലൻസിന് കംപ്ലൈന്റ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? നിയമം ഇല്ലേ? ഇപ്പോ നമ്മൾ ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുന്നത് 100 എണ്ണം നടക്കുമ്പോൾ 2 എണ്ണമാണ് ഈ കംപ്ലൈന്റ് വരുന്നത്. എല്ലാ ദിവസവും ഹരാസ്മെന്റ് അനുഭവിക്കുന്നവരാണ് ഇവിടുത്തെ ഈ താഴെത്തട്ടിലുള്ള മനുഷ്യര്. അവർ മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യുന്നേ. മിണ്ടുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതാണ് സമൂഹം. പ്രതിഷേധിക്കുമ്പോഴാണ് അക്രമമാണെന്ന് പറയും. നമ്മൾ ജാഥ നടത്തുമ്പോൾ അത് അക്രമമാണ്, പ്രതിഷേധിക്കുമ്പോൾ അക്രമമാണ്. പക്ഷേ റോഡ് നടത്താൻ അനുവദിക്കാതിരുന്നതോ വിദ്യാലയത്തിൽ കയറ്റാതിരുന്നതോ ജോലിയിൽ നിന്ന് അനുചിതമായി പിരിച്ചുവിട്ടോ ഒന്നും അക്രമമല്ല. അങ്ങനെയാണ് അതൊക്കെ കാണുന്നത്. പ്രതിഷേധിക്കുന്നതിന് അക്രമമായി കാണുന്ന സമൂഹമാണ് നമ്മുടേത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. തല ഉയർത്തി എതിർത്ത് നിന്ന് കീഴടങ്ങത്തില്ല എന്ന് പറയുന്ന മനുഷ്യരെ മോശം മനുഷ്യരായി ചിത്രീകരിക്കുന്ന സമൂഹമാണ്. അഹങ്കാരികളെന്ന് വിളിക്കും, തൻ്റെടി, ഇതൊക്കെ മോശം വാക്കുകളെന്ന്. സ്വന്തം ഇടമുള്ള ആളിനെയാണ് തൻ്റെ ഇടം, സ്വന്തം ഇടമുള്ള ആളിനെയാണ് തൻ്റെടി എന്ന് പറയുന്നത്. പക്ഷെ അത് മോശം വാക്കായിട്ടാണ് കാണുന്നത്. ആളുകള് എന്നെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നതാണ് അയാള് മര്യാദയില്ലാത്തവനാണ്.
ഞാൻ എൻ്റെ അതിരിനെ പറ്റി ബോധമുള്ള ആളാണ്. എന്നെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഞാൻ എതിർത്ത് പറയാറുള്ളൂ. ഞാൻ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ സംസാരിക്കണമെന്ന് പറയുമ്പം എതിർക്കും ഞാൻ. അത് മീനെ പിടിക്കുമ്പോഴാണ് കൂരി കുത്തുന്നത്, ഇപ്പോഴും അറിയണം. അല്ല, കൂരി ആളുടെ പുറകെ നടന്ന് റോഡിൽ നിൽക്കുന്നവരെ ഒന്നും കുത്താറില്ല, അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാനായിട്ട് നിർബന്ധിക്കുമ്പോഴാണ് ഞാനൊക്കെ കുതിർന്നത്. അത് അഹങ്കാരമായിട്ടാണ് കാണുന്നത്. ഇത് ആരോടാണ് നമ്മൾ പോയിട്ട് മര്യാദകളായിട്ട് പെരുമാറിയിട്ടുള്ളത്? എപ്പോഴാണ് കാര്യം കൂരിയും കുത്തുന്നത്? അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഞാനൊക്കെ ഒരിക്കലും അങ്ങനെ കീഴടങ്ങത്തില്ല. അല്ലാതെ ഇങ്ങനെ വിനയമുള്ളവരാക്കി നിശബ്ദരാക്കി മുഴുവൻ സമയം പുഞ്ചിരിച്ച് ഇങ്ങനെ ഇരുത്തി എന്താണ് ചിന്മുദ്രയൊക്കെ കാണിച്ച് ശാന്ത ഗംഭീരനായി ഇരുന്ന് അഭിനയിക്കാനായിട്ട് നല്ല അസല് അഭിനയ കർത്താക്കളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ശാന്ത ഗംഭീരമായ മുഖത്തോടെ. ഇത് പണ്ടേ നമ്മുടെ വികാരങ്ങൾ കാണിക്കരുത്. എന്തുകൊണ്ടാണ് വികാരം കാണിക്കരുതെന്ന് പറയുന്നത്? പ്രതിഷേധിക്കരുതെന്നാണ് ഈ യഥാർത്ഥത്തിൽ പറയുന്നത്. പോരാടണം, എതിർക്കണം, തലയുയർത്തി നിൽക്കണം, കീഴടങ്ങരുത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അധമമാണ്, അടിമകൾക്കുള്ള സംസ്കാരമാണ്. അടിമകൾക്ക് വേണ്ടിയാണ് വിനയം വേണ്ടി വരണം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നുകൂടാ. അതുകൊണ്ട് ഈ മേഖലകളിനകത്ത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്, ഇവിടുത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അഴിച്ചു പണിയേണ്ടതാണ്. ജനാധിപത്യ സംസ്കാരത്തിനനുസൃതമായ പഞ്ചായത്ത് രൂപപ്പെടുത്തണം. ജനാധിപത്യ സംസ്കാരത്തിനനുസൃതമായിട്ടുള്ള കോടതികൾ രൂപപ്പെടുത്തണം. ജനാധിപത്യ സംസ്കാരത്തിനനുസൃതമായ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന വാക്കേ ആവശ്യമില്ലാത്തതാണ്. സിറ്റിസൺസ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന നിലവാരത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇതെല്ലാം അഴിച്ചു പണിയേണ്ട മേഖലകളാണ്. ഇതൊന്നും അഴിച്ചു പണിയാതെ നമ്മൾ ഇതങ്ങ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാതെ ഈ ഓഫീസുകളിനകത്ത് മുഴുവനും ഹരാസ്മെന്റ് ഉള്ളതാണ്. കാര്യം അധികാരം മുകളിൽ നിന്ന് താഴെ ഉള്ളവരെ ഭരിക്കാനുണ്ടാക്കിയതാണ്. ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്നറിയണം. ജനാധിപത്യത്തിനകത്ത് സേവനവും ക്രമീകരണവുമാണുള്ളത്. ഈ രണ്ട് വാക്കേ ഉപയോഗിക്കാവൂ. അല്ലാതെ പിണറായി ഭരിക്കാൻ കയറി എന്നൊക്കെ വിചാരിക്കുന്ന കാരണം കൊണ്ടാണ് ഈ മുന്നിലും പുറയിലും പോലീസുമായിട്ടൊക്കെ നടക്കുന്നത്. അപമാനിതമാണത്. കണ്ടുകൊണ്ടിരുന്നൂടാത്തതാണ്. കല്ലുവർക്ക് എറിയേണ്ടതാണ്. അത്ര അപമാനകരമായ കാര്യങ്ങളാണ് അതൊക്കെ. ഈ കൊട്ടാരങ്ങളിൽ കയറി ഇരുന്നിട്ട് ജനാധിപത്യപരമായിട്ട് മനുഷ്യരോട് എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ കാണേണ്ടതാണ്. മേലുകീഴുള്ള സമൂഹത്തിന്റെ മൂല്യബോധത്തിനകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള സംസ്കാരം എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അഴിച്ചു പണിയേണ്ടതാണ് ഇതൊക്കെ. ഈ സകല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ കോടതികളൊക്കെ അസംബന്ധം പിടിച്ച കോടതികളാണ്. അവിടെ നിയമ നിഷേധമാണ് നടക്കുന്നത്. എത്ര നാളെടുക്കും ഒരു കേസൊക്കെ തീർക്കാൻ? ഇതൊന്നും ഈ തരത്തിലുള്ള ഒരു സ്ഥാപനവും അല്ല. അഴിച്ചു പണിയണം, സ്ഥാപനം അഴിച്ചു പണിയണം എന്നാണ്. അല്ലാതെ കോടതി വേണ്ട എന്നല്ല പറയുന്നത്. അത് അഴിച്ച് ജനാധിപത്യ സംസ്കാരത്തിന് അനുസൃതമാക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ സ്ഥാപനവും അഴിച്ചു പണിയേണ്ടതാണ്. ഇതൊക്കെ ചെയ്യാതെ കോടതി കയറിയിരുന്ന് മര്യാദയ്ക്ക് മനുഷ്യരോട് എങ്ങനെ പെരുമാറുമെന്നാണ് വിചാരിക്കുന്നത്? എത്ര ലക്ഷം കേസ് കെട്ടിക്കിടക്കുന്ന ഇടങ്ങളാണ് അതൊക്കെ. അവിടെയൊക്കെ അതിനകത്തു നിന്നൊക്കെ എന്തെങ്കിലും നീതി ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥലങ്ങൾ. അതുകൊണ്ട് ഒരു കമ്മീഷൻ വന്ന് റെക്കമെൻഡേഷൻ പറഞ്ഞത് കേരളത്തിന്റെ പൊതുബോധം മാറ്റാൻ അത് ഉതകും എന്ന് ഞാൻ വിചാരിക്കുന്നിടത്താണ് ഞാൻ അതിനകത്ത് പ്രതീക്ഷ വയ്ക്കുന്നത്. ബാക്കി മേഖല മുഴുവൻ അഴിച്ചു പണിഞ്ഞേ പറ്റൂ. വീടുകൾ അഴിച്ചു പണിയേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുറകിലും മുമ്പിലും അടുക്കള വെച്ചുണ്ടാക്കുന്നവനും പുറകെ കൂടെ വഴി കയറ്റുന്നവനും വീട്ടിൽ നിന്ന് ഉണ്ടായി വരുന്നവനും വേണമല്ലോ ഈ മര്യാദക്ക് ഈ സ്ത്രീകളോട് പെരുമാറ്, തുല്യരായി കാണാൻ.
നല്ല എന്താണ് നല്ല കൂത്ത് എന്ന് പണ്ട് പറയും. നല്ല കൂത്ത് നടക്കുന്ന കാര്യമാണ്. ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ഉട്ടോപ്യൻ, ഇതൊക്കെയാണ് ആൾക്കാരുടെ വിമർശനങ്ങൾ. നമ്മൾ ഉട്ടോപ്യൻ ആണെന്നാണ്. ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കണം. പക്ഷെ ജനാധിപത്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷെ കാശിന് വെള്ളത്തിലെന്ന് എവിടെ നടത്തിയ കാര്യമാണ് പറയുന്നത്? വടിയും പിടിച്ച് പോലീസുകാരനായിട്ട് നിൽക്കുന്നവന് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ എങ്ങനെ പറ്റും? എന്നിട്ട് ജനാധിപത്യത്തിന് ആക്കാന് പോലീസിന്റെ മുമ്പിൽ മൈത്രി എന്നുള്ള ജനമൈത്രി പോലീസൊന്നും ഞാൻ പണ്ടേ പറഞ്ഞതാണ്. സുഗന്ധമുള്ള അമേദ്യം എന്നാണ്. അങ്ങനെയാണ് ഈ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ വെക്കുവോ? അങ്ങനെ കഴിയില്ല. പിച്ചാത്തിയും വെട്ടുകത്തിയും വെച്ച് വെട്ടിയിട്ട് സ്നേഹിക്കാനൊക്കത്തില്ല. അത് മാറ്റേണ്ടതുണ്ട്. അതാണ് അഴിച്ചുപണിയുക. ആ അഴിച്ചു പണിയുക എന്ന് പറയുന്ന ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടത്. അവിടെ തൊട്ട് കോടതി വരെ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. കോടതിയിൽ പോകുന്ന എല്ലാവർക്കും കസേര കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഒരുത്തൻ പൊങ്ങി ഇരിക്കേണ്ട ആവശ്യമില്ല, വട്ടത്തിലിരുന്നാൽ മതി. നിയമം അനുസരിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയുന്ന ദിവസമാണ് ഒരുത്തൻ പ്രതിയാകുന്നത്, ശിക്ഷിക്കപ്പെടുമ്പോഴാണ്. അന്ന് തൊട്ടാണ് അയാൾ, അതുവരെ അയാളെ മറ്റുള്ളവരെ പോലെ തന്നെ ബഹുമാനിക്കേണ്ടതാണ്. അല്ല കയ്യും കാലും കെട്ടി കൂട്ടിക്കയറ്റി നിർത്തുന്ന പണിയൊന്നും ഇനി ചെയ്തുകൂടാ. ഈ കോടതിയൊക്കെ അഴിച്ചു പണിയണം. ഞാനിത് പഞ്ചായത്ത് അഴിച്ചു പണിയണം, പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കണം. തെരഞ്ഞെടുക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം. അല്ല ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിച്ച് എല്ലാവരുടെ മണ്ടേ കയറിയിരുന്ന് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിക്കൂടാ. അഴിച്ചു പണിയണം. തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. സാമൂഹികമായി അക്കൗണ്ടബിൾ ആകേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടണം. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ അതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണെന്നെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ എവിടെങ്കിലും കുറച്ചു പേരെ കുറ്റവാളികളാക്കി ശിക്ഷിച്ചത് കൊണ്ടോ ഒന്നും അത് പരിഹരിക്കപ്പെടത്തില്ല. നമുക്ക് പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ, മിനിമം വേതനമുള്ള നാടാണ് കേരളം. എനിക്കിത് ഈ മിനിമം വേതനം കിട്ടിയെന്ന് ഒപ്പിട്ട് കൊടുക്കുന്നവരാണ് ഇവിടുത്തെ സകല നഴ്സുമാരും. അവർക്ക് കിട്ടത്തില്ലത്. അതുകൊണ്ടാണ് അത് ഏത് ശമ്പളവും ഇതിനകത്തൂടെ കൊടുക്കണമെന്ന് ആവശ്യപ്പെടണം. ബാങ്ക് വഴി കൊടുക്കണം. അപ്പൊ അക്കൗണ്ടബിൾ ആവും. ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമുക്ക് ടാമ്പർ ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് മുൻഗണന കണിശമായിട്ട് ഉറപ്പാക്കാൻ പറ്റും. ഒരു കൈക്കൂലിയും മേടിക്കാനൊക്കത്തില്ല ആ സമയത്ത്. ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ബ്രിട്ടീഷുകാരിരുന്ന കാലം തൊട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇവന്മാരകത്തൂടെ നമുക്ക് ഒരിക്കലും ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കാനൊക്കത്തില്ല. ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഭരണകൂടം എന്ന് പറയുന്നത്. അത് ജനവിരുദ്ധമാണ്. അത് ജനകീയമാക്കണമെങ്കിൽ അഴിച്ചു പണിയണം. അല്ലാതെ അതിനകത്ത് ജനപ്രതിനിധികൾ കയറിയിരുന്നാൽ നന്നാകത്തില്ലത്. അതങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. ഈ മേഖലകളും കൂടെ ഒക്കെ ഇതിനകത്ത് ചർച്ച ചെയ്ത് സവിശേഷമായ ഒരു മേഖലയാണ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതിന്റെ ക്യാപിറ്റല്, അതിന്റെ കാഴ്ചക്കാര് ഒക്കെ ഏതെങ്കിലും ഒരു സിസ്റ്റമായിട്ട് കൊണ്ടുവരാനായിട്ട് മിനിമം വേതനമൊക്കെ ഉറപ്പിക്കുന്നതിനകത്തുള്ള ചെക്ക് ആൻഡ് മെഷേഴ്സ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഏത് ട്രാൻസാക്ഷനും സുതാര്യമായി ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാൻ ബാധ്യത വരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, 100 കോടിയുടെ സിനിമ എടുക്കുമ്പോൾ 70 കോടി പ്രമുഖന്മാർ കൊണ്ടുപോകും. അതിനുശേഷം ബാക്കിയുള്ള പൈസ കൊണ്ട് വേണം ബാക്കിയുള്ളവരുടെയും സിനിമയും എടുക്കാൻ. ഇതൊക്കെയാണ് കഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ അവര് കാരണമാണ് ഈ വരുമാനം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ആ അമീർ ഖാൻ എന്ന് പറയുന്നവൻ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു സമൂഹത്തിനെ മറുവശത്തോട് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. ഈ ശുംഭന്മാര് മലമറിക്കുന്ന പോലുള്ള സിനിമയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കണ്ടുകൊണ്ട് വായും പൊളിച്ച് നോക്കിയിരിക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നതാണ് ഈ ക്ലാസ് റൂംസ് മുഴുവനും. അതുകൊണ്ടാണ് അതങ്ങനെ തുടരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ
എത്രയോ തരത്തില് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖലയായി മാറാവുന്നതാണ് ഈ പറയുന്ന സിനിമയും ഈ ടെലിവിഷനും ഒക്കെ. അത് മുഴുവനും ഇന്ന് യൂസ്ലെസ് ആയിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ കവർന്ന് അവരെ അടിമകളാക്കി മാറ്റുന്നതിന് മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മറുവശത്തോടെ പറയേണ്ട സ്ഥലം. ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്ര അധമമായി നിൽക്കുന്നോ, എത്ര മോശമായി നിൽക്കുന്നോ, ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നോ, എങ്ങനെയാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി നിൽക്കുന്നോ, അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ട് നിൽക്കുന്നതാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ. ഈ ഓഫീസുകൾ, ഈ സിനിമാ പ്രൊഡക്ഷന്, ഇതിനകത്ത് മുഴുവനും. അതുകൊണ്ട് സവിശേഷമായ ഒരു മേഖല, എല്ലാവരുടെയും ശ്രദ്ധയുള്ള ഒരു മേഖലയ്ക്കകത്ത് ഇത് നടക്കുന്നതുകൊണ്ട് അത് പൊതുസമൂഹത്തിനെ മുഴുവൻ അഴിച്ചു പണിയും. പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങുന്ന വഴി സമൂഹം ഉണരും, മാറും എന്നുള്ള പ്രതീക്ഷ എനിക്ക്. അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. പക്ഷെ അപ്പോഴും മൈത്രേയൻ, കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സെൽഫി എടുക്കാൻ പോയ ഒരു പ്രമുഖ നടനെ വിമർശിച്ചപ്പോൾ അദ്ദേഹം ആ പ്രമുഖ നടന്റെ കൂടെ BJP വൈസ് പ്രസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു, മേജർ രവി, പോയി സെൽഫി എടുക്കുകയും അദ്ദേഹം അത് ഷോ ഓഫായി പട്ടാള യൂണിഫോം ധരിച്ചു എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്തപ്പോൾ അതിനെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞത് ഒരു കലാപാഹ്വാനമായി കണ്ട് പോലീസ് കേസെടുത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രമുഖന്മാർക്ക് പ്രത്യേക നീതി, സാധാരണക്കാരന് പ്രത്യേക നീതി എന്നുള്ള രീതിയിലുള്ള സാമൂഹിക അന്തരീക്ഷം. അതിൽ ആ പ്രമുഖ നടൻ പറഞ്ഞ ഒരു വിഷയം, എന്നെ കുറ്റം പറഞ്ഞതല്ല പ്രശ്നം, പട്ടാളക്കാരെ പറഞ്ഞതാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടത്. ഈ പട്ടാളക്കാരെ പറഞ്ഞത് പ്രശ്നമാണെങ്കിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ശ്രീനിവാസൻ എടുത്ത ഒരു സിനിമയ്ക്കെതിരെ കേസ് കൊടുക്കണം. കാരണം ആ പട്ടാളക്കാരൻ ഇങ്ങനെ പട്ടാളക്കാരനാവുന്നു എന്നൊക്കെ കളിയാക്കിയിട്ട് അത്തരം ആ ഒരു സിനിമയിൽ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സാധാരണക്കാരനൊരു നീതിയും പ്രമുഖന്മാർക്ക് പ്രത്യേക നീതിയും കിട്ടുമ്പോൾ തുല്യനീതി എന്നുള്ളത് ഒരു അപഹാസ്യമാവുകയും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഈ സാധാരണക്കാരായ സ്ത്രീകൾ കംപ്ലൈൻറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സ്ത്രീകളുടെ കംപ്ലൈൻറ്റുകൾക്കോ വാല്യൂ ഉണ്ടാവുകയോ പ്രമുഖന്മാരുടെ കംപ്ലൈൻറ്റുകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുകയും പ്രമുഖന്മാരുടെ ദേഹത്തേക്ക് വരുന്നതിനെ കലാപാഹനമായിട്ടും ഫാൻസിനെ കുത്തിനോവിക്കുന്നതായിട്ടും അവർക്ക് വികാരം വ്രണപ്പെടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യില്ലേ? അപ്പൊ ഇത്തരം പ്രത്യേക സോണിൽ നിൽക്കുന്ന പ്രമുഖന്മാരെ തൊടാൻ ഇത്തരം ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് കൊണ്ട് സാധ്യമാകുമോ? സാധ്യമാകത്തില്ല എന്നുള്ളത് ഇയാളുടെ ചോദ്യം തന്നെ ഇത്രയും നീളത്തി ഇയാൾ പരത്തി പറയുമ്പോൾ കാണരുത്. ഇയാള് പ്രമുഖനായിട്ടാണല്ലോ, മോഹൻലാലാണെന്ന് പറയാൻ ഇയാള് ഇതുവരെ വായ തുറന്നില്ലല്ലോ. കേസ് കൊടുക്കും പ്രമുഖന്മാർക്കിടെ. അവിടെ പട്ടാളത്തിന്റെ അടുത്ത് പോയത് പ്രമുഖനൊന്നും അല്ലല്ലോ, എല്ലാവർക്കും കാണാവുന്ന ആള് തന്നെയാണ്. മറ്റേത് സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയ അടിയന്തര പ്രശ്നം, ആനക്കൊമ്പ് കാണിച്ചിട്ട് ഇതുവരെ മോഹൻലാലിനെ നടപടി എടുത്തിട്ടുണ്ടോ? മറ്റൊരു പ്രമുഖൻ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പ്രമുഖന്മാർക്ക് പ്രമുഖനായിരിക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യം ഉണ്ടെന്നുള്ള കാര്യം ഇവിടുത്തെ കോടതിക്കകത്ത് ഈ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട മോഹനയുടെ വന്ന് രണ്ടാമത് സിനിമ അഭിനയിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അവർക്ക് എതിരായിട്ടുണ്ടായിരുന്ന നിയമം അവിടെ തലനാരിഴ കീറി എത്ര കേസായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. എത്ര നാളായി? ഈ 4.5 വർഷം കൊണ്ടെങ്കിലും ഇത് വന്ന് ഈ റിപ്പോർട്ട് വന്ന് മറ്റേതിന്റെ പേരില് നടപടിയെടുക്കാത്തത് എന്താ? എന്തുകൊണ്ടാണ് അത് തീരാത്തത്? ഒറ്റ രാത്രി കൊണ്ട് സുപ്രീം കോടതി എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രമുഖര് പോകുമ്പം ഇതെല്ലാം നടക്കുമായിരുന്നല്ലോ. ഈ ആ ഗുസ്തിക്കാരി പെണ്ണുങ്ങള് അവിടെ കിടന്ന സമരം മുഴുവൻ ചെയ്തിട്ട് ഇവന്മാരാരും കണ്ടിട്ടില്ലല്ലോ. ഈ കോടതിയൊന്നും കണ്ടില്ലല്ലോ. സുപ്രീം കോടതിക്ക് കണ്ണുപൊട്ടിപ്പോയാ. വളരെ മോശപ്പെട്ട സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഈ മേല് കീഴുള്ള കോടതിയാണ്. ഒരു നിയമം തുല്യതയില്ല. അതിന് ആ കോടതികളെല്ലാം പൊളിച്ചഴിച്ച് പണിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ ജനാധിപത്യവൽക്കരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രമുഖന്മാർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള കോടതികൾ തന്നെയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഉണ്ടാകുന്നത്, ഹൈക്കോടതി ഉണ്ടാകുന്നത്. മേല് കീഴാണ് അതെല്ലാം ഇരിക്കുന്നത്. ഇതൊന്നും ജനാധിപത്യത്തിന്റെ ലക്ഷണമേ അല്ല. അഴിച്ചു പണിയേണ്ടതാണ് അതൊക്കെ.
കേസ് മേപ്പോട്ട് പോകണ്ട. രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ആർബിട്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വേദിയായിട്ട് വേണം നമ്മൾ ഇന്ന് പറയുന്ന സുപ്രീം കോടതി ഇരിക്കേണ്ടത്. അത് സുപ്രീം കോടതി ആകുന്നതുകൊണ്ടല്ല, നിയമം വ്യാഖ്യാനിച്ച് രണ്ട് സ്റ്റേറ്റുകൾക്ക് തമ്മിലുള്ള ഇഷ്യൂ ചർച്ച ചെയ്യേണ്ട ഇടമായിട്ട് അതിനെ മാറ്റണം. ഇൻഡസ്ട്രികളെല്ലാം തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ഇന്ന് നമ്മൾ ഹൈക്കോടതി എന്ന് പറയുന്നിടത്ത് ആ കോടതി തീരണം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പഞ്ചായത്തിൽ തീരണം. ഇങ്ങനെയൊക്കെയാണ് ഇത് മാറ്റേണ്ടത്. അതിന് പകരം ആദ്യത്തെ കോടതിയിൽ നീതി കിട്ടിയില്ലെങ്കിൽ മേളത്തെ കോടതി പോയി നീതിയാണ്. അപ്പൊ ഈ ആദ്യത്തെ കോടതിയിൽ ഇരുന്ന മജിസ്ട്രേറ്റ് എന്ത് കോന്തനാണ്? അവന്റെ വിധിക്ക് ഒരർത്ഥം ഇല്ലേ? അവൻ ഈ ഇന്ത്യൻ നിയമപ്രകാരമാണോ വിധിച്ചത്? നിങ്ങളൊന്ന് ആലോചിക്കും. മേലത്തെ കോടതി പോയാൽ നീതി ലഭിക്കുമെങ്കിൽ പിന്നെ താഴത്തെ കോടതിയിൽ നീതി ലഭിച്ചില്ല, നീതിയല്ല ആ പ്രഖ്യാപനം, അങ്ങനെയാണെങ്കിൽ ആ മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കണ്ടേ? അതെന്താ നടക്കാത്തെ? മേലത്തെ കോടതിയിലെ നിയമം വ്യാഖ്യാനിക്കാൻ അറിയുന്നുള്ളവർ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് താഴത്തെ കോടതി വെച്ചിരിക്കുന്നത്? അപ്പൊ അതൊന്നും അല്ലല്ലോ. അതിന്റെ മേളിൽ സുപ്രീം കോടതിയുടെ മേളിൽ ഒരു കോടതി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആളുകൾ മേപ്പോട്ട് പോകാത്തത്. അല്ലാതെ വേറെ അത് സുപ്രീം കോടതി ആയതുകൊണ്ടല്ല, അവിടെ ഇരിക്കുന്നവർക്ക് വിവരം കൂടുന്നതുകൊണ്ടുമല്ല, അധികാരമുള്ളത് കൊണ്ട് മാത്രം. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് വെച്ചിരിക്കുന്ന ജനാധിപത്യ സമൂഹത്തിനകത്ത് യുവമാർക്ക് എവിടെ നിന്നാണ് ഈ അധികാരം വരുന്നത്? അവരുടെ എന്തുവാണ് ഈ കോടതിക്കകത്ത് എന്താണ് അധികാരം? അതൊന്ന് പറഞ്ഞാൽ മതി. ഈ കോടതിക്കകത്ത് എന്താണ്? നിയമം വ്യാഖ്യാനിക്കാനുള്ള അവകാശം അവർക്കുള്ളൂ. നിയമം പാർലമെന്റിലെ ജനപ്രതിനിധികൾ ഉണ്ടാക്കേണ്ടതാണ്. അത് വ്യാഖ്യാനിച്ചാൽ മതി. അല്ലാതെ വേറെ അധികാരമൊന്നും അവന്മാർക്ക്, സുപ്രീം കോടതിക്കൊന്നും അധികാരം ഉണ്ടായിക്കൂടെ. ഇതൊക്കെ അഴിക്കണം. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ ജനാധിപത്യം ഒന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. കോടതികള് ഇവിടുത്തെ ഹൈക്കോടതികൾ മാത്രമല്ല, ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളില്ലേ, ഈ സെക്രട്ടേറിയറ്റ് ഇല്ലേ, അഴിക്കേണ്ടതാണ് ഇതൊക്കെ. അവരാണ് ഭരിക്കുന്നത്. ഇലക്ഷൻ നടക്കണ്ട. 10 വർഷം അല്ല 20 വർഷം ഇലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കും. ജനാധിപത്യത്തിനകത്ത് ഭരണമല്ല, സേവനവും ക്രമീകരണമാണെന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്ഥലങ്ങളിൽ അഴിച്ചു പണിയാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ സാധനങ്ങൾ മാറ്റാനൊക്കത്തില്ല. ലാത്തിയും തോക്കും കൊടുത്തിട്ട് ജനാധിപത്യപരമായിട്ട് ഇവിടുത്തെ പോലീസുകാർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അയാൾ വിചാരിക്കുന്നത്? പോലീസ് എന്നുള്ള വാക്കെടുത്ത് കളയേണ്ടതാണ്. ആളുകളെ ഭരിക്കാൻ വേണ്ടിയാണ് പോലീസ്, അല്ലാതെ ആളുകളെ സേവിക്കാൻ വേണ്ടിയല്ല. ഇത് അഴിക്കണം. ഇതൊക്കെ ഇതിനെയാണ് ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്. പഞ്ചായത്ത് തുടങ്ങി വെച്ചിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. ത്രിതല പഞ്ചായത്ത് അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണാതിരുന്നുകൊണ്ട് ഈ മേഖലയ്ക്കകത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നത് തെറ്റിദ്ധരിക്കണോ? ഞാൻ പറഞ്ഞില്ലേ, ജനാധിപത്യം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അടുത്തത് ക്ലാസ് റൂമിനകത്ത് ഈ ജനാധിപത്യം ഇല്ലാത്ത ക്ലാസ് റൂംസ് അഴിച്ചു കളയേണ്ടതുണ്ട്. അവിടെ ജനാധിപത്യപരമായ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട്. പൗരബോധ നിർമ്മാണം നടക്കേണ്ടതുണ്ട്. രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന ക്ലാസ്സുകൾ ഉണ്ടായിക്കൂടാ. പൗരബോധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബോധമാണ്. അവകാശമുള്ള, ഉത്തരവാദിത്വമുള്ള, കടമകളുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്ന ക്ലാസ് റൂംസ് ആരംഭിക്കണം. ഈ മേഖലകളിലെല്ലാം പണിയെടുക്കേണ്ടതാണ്. ഈ മേഖലകളിൽ പണിയെടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ഇത് വരുത്താൻ പറ്റുമെന്ന് എവിടെയോ ചില മിനുക്ക് പണി നടത്തി നല്ല എന്താ പറയണ്ടേ, സ്വർണ്ണ വെടിയുണ്ട വെച്ച് വെടിവെച്ചാൽ നേരെയാകുമെന്ന് വിചാരിക്കുന്നല്ല. വെള്ളി വെടിയുണ്ടയും സ്വർണ്ണ വെടിയുണ്ടയും ഒക്കെ കൊണ്ട് വെച്ചിട്ട് വെടിവെച്ചിട്ട് സ്നേഹിക്കാൻ ഒക്കത്തില്ലടോ. മര്യാദക്ക് പെരുമാറാൻ പറ്റത്തില്ല വടിയും തടയൊക്കെ കൊണ്ട്. അതുകൊണ്ട് ഈ പട്ടാളക്കാരന്റെ പുറകെ നടക്കുന്ന പട്ടാളം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലാനും തിന്നാനും രാജാക്കന്മാരുണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ജനാധിപത്യപരമായി പെരുമാറാനൊക്കത്തില്ല. പട്ടാളം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത് അവിടെ വന്ന് ഈ പാലം പണിയുമ്പോഴാ, ഉരുളുപൊട്ടുമ്പോൾ മാത്രമാണ് പട്ടാളക്കാരെ കൊണ്ട് പ്രയോജനം. മറ്റേ പട്ടാളത്തിനെ അല്ല നമുക്ക് ആവശ്യം.
അടുത്ത രാജ്യങ്ങളുമായി സമാധാനപൂർണമായി ജീവിക്കാനും ട്രേഡ് ചെയ്യാനും വ്യവസായം നൽകാനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായത്തോടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ പട്ടാളം ഉണ്ടാക്കി ഭരിക്കാനും മറ്റുള്ളവർ കടന്നു വരുമ്പോൾ വെടിവെക്കാനും അല്ലത്. എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നടന്ന യൂറോപ്യൻ യൂണിയൻ പരസ്പരം യുദ്ധം ചെയ്യാതെ അവിടെ കഴിയുന്നത് പോലെ കഴിയാനാണ് മനുഷ്യർ പഠിക്കേണ്ടത്. അല്ലാതെ പട്ടാളം ഉണ്ടാക്കി നാറ്റോ ഉണ്ടാക്കി അമേരിക്കക്കാരൻ ലോകം മുഴുവൻ നടന്ന് ബോംബ് ചെയ്യുന്ന പോലെ ചെയ്യുന്നതല്ല ഭയങ്കര സംഭവം. പട്ടാളത്തിനെ ബഹുമാനിക്കേണ്ട ആവശ്യമേ ഇല്ല. അഴിച്ചു പണിയേണ്ടതാണ് പട്ടാളവും. നാടിനകത്തെ ജനങ്ങളെ സേവിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് പോലീസുകാരനെ നമ്മൾ ബഹുമാനിക്കുന്ന. എപ്പോഴാണ്? ട്രാഫിക് പോലീസുകാരനായിട്ട് നിൽക്കുമ്പോഴാണ്. അല്ലാത്തപ്പോൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അല്ല, സിറ്റിസൺസ് അസിസ്റ്റൻസ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് അതിനെ മാറ്റണം. പൗരനെ സഹായിക്കുന്നത്, പൗരന്മാരുടെ ഇടയിലെ ഡിസ്പ്യൂട്ട് തീർക്കുന്ന ഇടമായിട്ട് അതിനെ മാറ്റണം. അല്ലാതെ ഭരിക്കാനായിട്ട് കയറുന്നവനെ അവന് ആയുധമായി മറ്റുള്ളവരെ കീഴടക്കാനായിട്ടുള്ള പോലീസ് സ്റ്റേഷൻസ് അല്ല ഉള്ളത്, അല്ല ഉണ്ടാകേണ്ടത്. നിലനിർത്തിക്കൂടാ അതിന്. പോലീസുകാരെ വേണ്ട. ഇങ്ങനെയാണിത്. ഇതൊക്കെ എന്താണ് ഊട്ടോപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് ഒരു കാലത്ത് ഇത് മനസ്സിലാകത്തില്ല ഈ പറയുന്നത് എന്താണെന്ന്. വീടുകൾ അഴിച്ചു പണിയേണ്ടതുണ്ട്. രണ്ടുപേരുള്ള വീട് തന്നെ ഉണ്ടാകണം. രണ്ടുപേരെന്ന് പറഞ്ഞാൽ തുല്യരായ പൗരരായ ഇണകളായ മനുഷ്യർ. അത് രണ്ടുപേര് മാത്രമുള്ള കെട്ടിടം എന്നുള്ളതല്ല, ഇണകളായിരിക്കണവർ. പരസ്പരം തെരഞ്ഞെടുക്കുന്നവരായിരിക്കണം. പരസ്പരം അറിഞ്ഞ് തെരഞ്ഞെടുക്കേണ്ടവരാണ്. ഡേറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നത് അറിയാനാണ്. ഇതൊക്കെ ചെയ്യാതെ പെണ്ണ് കണ്ട് കൊണ്ടുവന്ന് പശുവിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നിട്ട് ജനാധിപത്യപരമായി പെരുമാറാൻ പഠിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന കാര്യമായി പറയുന്നത്? ഇലക്ഷന് ജയിച്ചിട്ട് എങ്ങനെങ്കിലും ആണ് ഒരു വോട്ട് കൂടുതൽ കിട്ടണം. എങ്ങനെങ്കിലും ജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ പോയി ഈ കൊട്ടാരത്തിൽ ഇരുന്ന് ഭരിച്ചിട്ട് ജനാധിപത്യ ഭരണം നടത്തുമെന്നാണ്. നല്ല തമാശയല്ലേ? അതുകൊണ്ട് എവിടെയാണ് ഇത് അഴിച്ചു പണിയേണ്ടതെന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ മാറ്റേണ്ടതെന്നും ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന കാലത്ത് അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഈ സ്ഥാപനങ്ങൾ അഴിച്ചു പണിയണമെന്ന്. അത് അംബേദ്കറുടെ ഇതിനകത്തില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അറിയണം. ജനാധിപത്യ സംസ്കാരത്തിന് അനുസൃതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാനീ പറഞ്ഞത്. അല്ലാതെ ഈ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ ജനാധിപത്യം നടക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഈ മേഖല മനസ്സിലാക്കാതെ ജനാധിപത്യം കൊണ്ടുവരാനൊക്കത്തില്ല. അല്ല, ലോകത്ത് എവിടെങ്കിലും ജനാധിപത്യം നടക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. അതിന് ചില സെംബ്ലൻസ് ചില ഏരിയകളിലൊക്കെ ആ യൂറോപ്യൻ യൂണിയനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചാണ് കൊണ്ട് അതിനകത്തെല്ലാം ജനാധിപത്യം നിൽക്കുവാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വരും. ലോകത്തെ ഒരു മോഡലും ഇല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ മനസ്സിലാക്കൽ ഓരോ പ്രദേശത്തിനനുസൃതമായി ഈ മനസ്സിലാക്കാൻ നിയമത്തിന്റെ മുമ്പിൽ തുല്യരായിരിക്കുന്ന മനുഷ്യർ പരസ്പരം എങ്ങനെയാണ് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ മേഖലകൾ ഇതിനകത്തെല്ലാം വരാതെ നമ്മൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ലാതെ കേണലായിട്ട് അഭിനയിക്കുന്നവൻ അവിടെ പോയി അവനെ വിമർശിച്ചവനെ പിടിച്ച് ജയിലിലിട്ടത് ഒക്കെ അതൊന്നും അല്ല അതിൻ്റെ അകത്ത് ഇഷ്യൂ. പ്രമുഖന്മാരുള്ളിടം തന്നെയാണ്. പ്രമുഖന്മാർ നേതാക്കന്മാരുള്ള നാടാണിത്. ഗാന്ധിജി എന്നാ വിളിക്കുന്നത്. ജി ഇല്ലാത്ത ഒരുത്തനില്ല. മഹാത്മാവല്ലേ, ചെറിയ ആത്മാവൊന്നുമല്ല. ബാക്കിയുള്ളവർക്കൊക്കെ പേട്ട് ആത്മാവ്, ചിലർക്ക് മഹാത്മാവ്. എന്തൊക്കെ തമാശകളാണെന്ന് ആലോചിച്ചു നോക്ക്. തുല്യരായ മനുഷ്യരെ പറ്റിയുള്ള സങ്കല്പം പോലും ആരംഭിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിനകത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഏത് പ്രതിഷേധവും ഏത് സമരവും
ഞാൻ പ്രൊമോട്ട് ചെയ്യും, സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് WCCയുടെ ഈ ഒരു പ്രവർത്തനത്തിനകത്ത് കേരളത്തിനകത്ത് ജനാധിപത്യവൽക്കരണത്തിന് സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. ഞാൻ അതിനെ ഫുള്ള് സപ്പോർട്ട്, അത്രേ എനിക്ക് പറയാം.